ശ്രീ ഹരീഷ് കാട്ടൂർ, അഡ്വക്കേറ്റ് ഹരീഷ് കാട്ടൂർ, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ശ്രീ അനിൽ വള്ളിക്കുന്നം, ശ്രീ ടി അനിയപ്പൻ, ശ്രീ കർത്താജി, ശ്രീ കെ സഞ്ജുജി, പ്രഭകുമാർ മുകളയത്ത്, പീയൂഷ് ചാരൻമൂട്, ശ്രീ രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ, മഹിളാ മോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി റാണി സത്യൻ, ശ്രീ മോൻ നെടിയത്ത്, യുവമോർച്ചയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജെയിംസ് വള്ളിക്കുന്നം, ശ്രീ സുരേഷ് സോപാനം, ശോഭ രവീന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം, ശ്രീമതി ലത രാജു, ത്രിദീപ് കുമാർ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവ്, ശ്രീ ഷാജി വട്ടക്കാട്, ഇവിടെ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന മറ്റ് നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നല്ലവരായ നാട്ടുകാർ, ഏവർക്കും സാദര നമസ്കാരം. സംസ്ഥാനത്ത് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പുകൾ അരങ്ങേറുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഒരു നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് കൂടി ഈ അടുത്ത ദിവസം നടക്കാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഈ ഉപതെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണുള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ കാലാവസ്ഥയും വലിയ ചൂട് പിടിച്ചതാണ്. ഞാൻ പാലക്കാട്ട് നിന്നാണ് വരുന്നത്. കേരളത്തിലെ ഏറ്റവും അധികം ചൂടുള്ള പ്രദേശമാണ്. ആലപ്പുഴ എത്തിയപ്പോൾ മഴയുടെ ചെറിയ ഒരു ഛായ കാണുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മഴ പെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മഴയ്ക്ക് വേണ്ടി കുറെ കാലമായി നമ്മൾ കാത്തിരിക്കുന്നു. സ്വാഭാവികമായിട്ടും മഴ പെയ്യാത്തത് കൊണ്ട് അന്തരീക്ഷം ഊഷരമാണ്. നല്ല ചൂടുണ്ട്. രാത്രി കിടന്നുറങ്ങാൻ പ്രയാസമുണ്ട്. ഏറെക്കാലമായി മഴ പെയ്യാതിരുന്ന അംഗരാജ്യത്തേക്ക് കൃഷികുമാരനായിട്ടുള്ള ഋഷ്യസിംഹൻ കടന്നു വന്നപ്പോ മഴ പെയ്തതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ മണക്കാട് ബ്ലോക്ക് ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രിയപ്പെട്ട നമ്മുടെ ഹരീഷ് കാട്ടൂർ വിജയിച്ച് കടന്നു വരുമ്പോ ഈ പ്രദേശവും മഴയാൽ സമൃദ്ധമായി അന്തരീക്ഷമൊക്കെ തണുത്ത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സമയമായി മാറും, കാലാവസ്ഥയായി മാറും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതിന് വേണ്ട രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. എന്തുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഈ ബ്ലോക്ക് ഡിവിഷനിലേക്ക് വിജയിപ്പിക്കണം എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇവിടെ മത്സരിക്കുന്ന ഹരീഷ് കാട്ടൂരിന് എതിരാളികളായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയായിരുന്നു. ഇവിടെ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി പോപ്പുലർ ഫ്രണ്ടിന്റെ ആലയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നിരിക്കുകയാണ്. പോപ്പുലർ ഫ്രണ്ടുകാരനെ കൊണ്ടുവന്ന് മതഭീകരവാദ സംഘടനയിൽ പ്രവർത്തിച്ച് തഴക്കവും പഴക്കവുമുള്ള ഒന്നാം തരം ഒരു തീവ്ര വർഗീയവാദിയെ കൊണ്ടുവന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ ഇവിടെ UDF സ്ഥാനാർത്ഥിയിൽ മത്സരിക്കുന്നു. നോക്കൂ, ആരാണ് ഇവിടെ പോപ്പുലർ ഫ്രണ്ടുമായി സന്ധി ചെയ്യുന്നത്? ആരാണ് SDP സന്ധി ചെയ്യുന്നത്? കേരളത്തിലെ മുഖ്യധാര ഇസ്ലാമിക സംഘടനകളടക്കം തീണ്ടാപ്പാടകൾ നിർത്തിയിരിക്കുന്ന ഒരു മതഭീകരവാദ സംഘടനയുടെ കോളേജിൽ അവരുടെ നേതാവായി പ്രവർത്തിച്ചിരുന്ന, ക്യാമ്പസ് ഫ്രണ്ടിന്റെ നേതാവായി പ്രവർത്തിച്ചിരുന്ന ഒരു പോപ്പുലർ ഫ്രണ്ടുകാരനെ, ഒരു മതഭീകരവാദിയെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാനാർത്ഥിയാക്കാൻ UDF തീരുമാനിച്ചത് പ്രിയപ്പെട്ടവരെ ഈ പ്രദേശത്തെ പ്രബുദ്ധരായ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമല്ലേ? ഈ പ്രദേശത്ത് ബഹുഭൂരിപക്ഷം വരുന്ന ആ വിഭാഗത്തിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, 3ഓ 4ഓ വാർഡിലുള്ള SDPIക്കാരുടെ വോട്ട് മതി ഞങ്ങൾക്ക് എന്ന് UDFകാരൻ പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ? കേരളത്തിലെ ഒരു മാധ്യമവും ഇത് ചർച്ചയാക്കുന്നില്ല. കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ചർച്ചയാക്കുന്നില്ല. ഈ പോപ്പുലർ ഫ്രണ്ടുകാരനെ വിജയിപ്പിക്കാൻ വേണ്ടി SDPIക്കാരൻ ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, പോപ്പുലർ ഫ്രണ്ടുകാരനെ കോൺഗ്രസിന്റെ കഥടുപ്പിച്ച് ജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന വിചിത്രമായിട്ടുള്ള കാഴ്ച ഈ പ്രദേശത്ത് അരങ്ങേറുമ്പോ കേരളത്തിലെ UDF നേതൃത്വം, കേരളത്തിലെ മാധ്യമങ്ങൾ, എന്തിനേറെ കേരളത്തിലെ LDF പോലും മൗനം പാലിക്കുന്നു. എന്തേ നിങ്ങൾ മൗനം പാലിക്കുന്നു? എന്തേ നിങ്ങൾ പ്രതികരിക്കുന്നില്ല? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലപ്പുഴ അടക്കമുള്ള പ്രദേശങ്ങളിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ മതഭീകരവാദികൾ നടത്തിയിട്ടുള്ള
കക്ഷി മനസ്സ് മരവിച്ചു നിൽക്കെ, വിറങ്ങലിച്ചു നിൽക്കെ, ആ ചോരക്കറമായി മുമ്പാണ് പോപ്പുലർ ഫ്രണ്ടുകാരനെ കൊണ്ടുവന്ന് UDF സ്ഥാനാർത്ഥിയാക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാൻ ആലപ്പുഴയിലെ DCC നേതൃത്വത്തിന് ബാധ്യതയുണ്ട്. നിങ്ങൾക്ക് കതറിട്ട് തഴക്കവും പഴക്കവുമുള്ള ഒരു കോൺഗ്രസുകാരെയും ഈ മണക്കാട് ബ്ലോക്ക് ഡിവിഷനിൽ എടുക്കാനില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? കോൺഗ്രസുകാർക്ക് സ്ഥാനാർത്ഥിയാക്കാൻ, UDFന് സ്ഥാനാർത്ഥിയാക്കാൻ മണക്കാട് ബ്ലോക്ക് ഡിവിഷനിൽ കോൺഗ്രസുകാരനായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെയും നിങ്ങൾക്ക് കിട്ടാനില്ല എന്നാണോ പറഞ്ഞു വരുന്നത്? അതോ തെരഞ്ഞെടുപ്പിൽ കേവലം 10 FDPIക്കാരന്റെ തീവ്രവാദിയുടെ വോട്ടിന് വേണ്ടി നിങ്ങളുടെ പാർട്ടിയെ ഈ മതഭീകരവാദികളുടെ കാൽക്കീഴിൽ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുകയാണോ? നിങ്ങൾ മറുപടി പറയണം. കോൺഗ്രസുകാർ മറുപടി പറയണം. ഒരു സംശയവും വേണ്ട, ഈ തെരഞ്ഞെടുപ്പിൽ മണക്കാട് ബ്ലോക്ക് ഡിവിഷനിലെ പ്രബുദ്ധരായ വോട്ടർമാർ കോൺഗ്രസിന് ഈ നെറുകേടിനുള്ള മറുപടി ബാലറ്റ് പേപ്പറിലൂടെ, പോളിംഗ് ബൂത്തിലൂടെ നൽകിയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവിടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഹരീഷ് ഠാക്കൂർ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് സുപരിചിതനായിട്ടുള്ള പൊതുപ്രവർത്തകനാണ്. ശബരിമല ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട സമരരംഗത്ത് സജീവമായി മുൻപന്തിയിലുണ്ടായിരുന്ന ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ ഇവിടെ ജനവിധി നേടുമ്പോ ഹരീഷ് ഠാക്കൂറിന്റെ പ്രതിച്ഛായയെ മറികടക്കാൻ, ഹരീഷ് ഠാക്കൂറിനോടൊപ്പം ഉയർത്തിക്കാണിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തങ്ങൾക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ള UDFും LDFും ഒക്കെ ഇപ്പോ കളങ്കിതരായ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത എന്ന് പറയുന്നത്. അപ്പുറത്ത് LDFന്റെ സ്ഥാനാർത്ഥിയുടെ പേരിൽ ഞാൻ കേട്ടത് കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുത്ത പദ്ധതിയുടെ പണം പോലും, ആ പണത്തിൽ പോലും അഴിമതി നടത്തി എന്ന രീതിയിൽ ചില കാര്യങ്ങൾ കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ കളങ്കിതരായ വ്യക്തിത്വങ്ങളെ സ്ഥാനാർത്ഥികളാക്കി ഈ മണക്കാട് ബ്ലോക്ക് ഡിവിഷനിലെ പ്രബുദ്ധരായ വോട്ടർമാരെ വെല്ലുവിളിക്കുന്ന സമീപനം ഇടതുപക്ഷവും UDFും സ്വീകരിച്ചിരിക്കുന്നു. എനിക്കിവിടുത്തെ പ്രിയപ്പെട്ട വോട്ടർമാരോട് പറയാനുള്ളത് ഈ മതഭീകരവാദികളെ മണക്കാട് ബ്ലോക്ക് ഡിവിഷനിൽ വിജയിപ്പിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. പോപ്പുലർ ഫ്രണ്ടിന്റെ മതഭീകരവാദികൾക്ക് കോൺഗ്രസിന്റെ കുപ്പായത്തിലൂടെ, കോൺഗ്രസിന്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് ഒരു ജനപ്രതിനിധിയെ കൊടുക്കാൻ ഈ ഡിവിഷനിലെ പ്രബുദ്ധരായ വോട്ടർമാർ തയ്യാറാകരുത് എന്നാണ് എനിക്ക് ആമുഖമായി അഭ്യർത്ഥിക്കാനുള്ളത്. നോക്കൂ, ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥ നമുക്കറിയാം. തൃക്കാക്കരയിൽ UDFന്റെ നിലവിലുണ്ടായിരുന്ന MLA ശ്രീ PT തോമസ് മരിച്ചുപോയ ഒഴിവിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ പ്രബുദ്ധ കേരളത്തിൽ ഏത് രീതിയിലാണ് ജാതി മതശക്തികൾ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നത് എന്ന് ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച പ്രാസംഗികൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. UDFന്റെ സ്ഥാനാർത്ഥിയായി PT തോമസിന്റെ ഭാര്യ വരുന്നു. മറുവശത്ത് LDFന്റെ സ്ഥാനാർത്ഥി നിർണയം, ആ സ്ഥാനാർത്ഥി ആരാണെന്ന് അവർ പുറത്തു പറയുന്നു. സ്ഥാനാർത്ഥിക്ക് വേണ്ടി LDFുകാർ ചോരെഴുതുന്നു. സ്ഥാനാർത്ഥിക്ക് വേണ്ടി പാട്ടുകളുണ്ടാകുന്നു. സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണം തുടങ്ങുന്നു. ആ പ്രചാരണം തുടങ്ങിയതിനു ശേഷം വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥി മാറുകയാണ്. LDFന്റെ സ്ഥാനാർത്ഥിയായി ആദ്യം നിർദ്ദേശിക്കപ്പെട്ട ചെറുപ്പക്കാരൻ, അദ്ദേഹം TV ചർച്ചകൾ വരുന്നയാളാണ്, ആളുകൾക്ക് മുഖപരിചയമുള്ളയാളാണ്. പക്ഷെ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം മാറി പറയുന്നു. മറുവശത്ത് മതസാമുദായിക ശക്തികൾ നിർദ്ദേശിക്കുന്ന ആളെ LDF സ്ഥാനാർത്ഥിയാക്കാൻ നിർബന്ധിതമാകുന്നു. തൃക്കാക്കരയിൽ ഒരു മതവിഭാഗത്തിന്റെ വോട്ടിന് വേണ്ടി സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ വരെ മാറ്റി പുതിയ സ്ഥാനാർത്ഥിയെ പാർട്ടിയിൽ ഒരു പ്രവർത്തന പരിചയവുമില്ലാത്ത ഒരു 5 സ്റ്റാർ ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കാൻ LDF തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ജാതി മത ശക്തികളെ പീഡിപ്പിക്കാൻ വേണ്ടി ഈ LDFും UDFും ഏതറ്റം വരെയും പോകും എന്നുള്ളതിന്റെ ഉദാഹരണമല്ലേ അത്? എന്ത് പറഞ്ഞിട്ടാണ് ഈ രണ്ട് മുന്നണികളും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്?
LDFന് മുന്നോട്ട് വയ്ക്കാൻ അവരുടെ ഗവൺമെന്റ് കഴിഞ്ഞ 6-7 വർഷക്കാലമായി കേരളത്തിൽ നടത്തിയിട്ടുള്ള ഏത് വികസന പ്രവർത്തനത്തെ കുറിച്ചാണ് അവർക്ക് പറയാൻ സാധിക്കുന്നത്? കേരളത്തിൽ നാഥനില്ലാക്കാരി പോലെ കേരളത്തിലെ ഗവൺമെന്റ് മാറിയിരിക്കുകയല്ലേ? നിങ്ങൾ പരിശോധിക്കുകയും മുഖ്യമന്ത്രി കേരളത്തിലില്ല. അദ്ദേഹം ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയിരിക്കുന്നു. അദ്ദേഹം ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോയതിനോട് നമുക്കാർക്കും വിരോധമില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ നല്ല ചികിത്സ ലഭിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമില്ല. പക്ഷേ കേരളത്തിലെ ഭരണ സംവിധാനം മറ്റൊരാൾക്ക് ചുമതല ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ധൈര്യം പോലും ഇല്ലാതെ താൻ ആർക്കെങ്കിലും ചുമതല ഏൽപ്പിച്ചു കൊടുത്താൽ ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ ശേഷിയുള്ള ഒരുത്തനും തങ്ങളുടെ കൂടെ ഇല്ല എന്ന നല്ല തിരിച്ചറിവുള്ള മുഖ്യമന്ത്രി ആ ചുമതല പോലും വേറെ കൊടുക്കാതെയാണ് അമേരിക്കയ്ക്ക് പോയിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയില്ല, പകരം ചുമതലയാർക്കും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇതിനെ നാഥനില്ല കാര്യം എന്ന് വിളിക്കുന്നത്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, KSRTC ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജനങ്ങളുടെ നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ബാധിക്കുന്ന കേരളത്തിന്റെ ലൈഫ് ലൈൻ ആയിട്ടുള്ള KSRTC ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ മിന്നൽ പണിമുടക്കുകൾ നടക്കുമ്പോ ജനം തെരുവിൽ ബുദ്ധിമുട്ടുമ്പോ അത് പരിഹരിക്കാൻ കേരളത്തിൽ ഒരു സർക്കാരില്ല. കേരളം തികഞ്ഞ അരക്ഷിതാവസ്ഥയിൽ, അരാജകത്വത്തിന്റെ അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. യാതൊന്നിനും തന്നെ നാഥനില്ലാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, KSEBയുടെ അവസ്ഥ നമുക്കറിയാം. KSEBയിൽ ചുമതലയുള്ള ഉദ്യോഗസ്ഥരും യൂണിയനും തമ്മിലുള്ള പോർവിളികളാണ്. അങ്ങനെ കേരളത്തിലെ എണ്ണം പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ നാഥനില്ലാ കളിയായി മാറിയത് ഈ കേരളത്തിലെ സർക്കാരിന്റെ പിടിപ്പുകൾ കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 6 വർഷക്കാലത്തെ ഏത് വികസന നേട്ടം പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ ഈ മണക്കാട് ബ്ലോക്ക് ഡിവിഷനിൽ അല്ലെങ്കിൽ തൃക്കാക്കരയിൽ ജനങ്ങളെ സമീപിക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നത്? എന്താണ് വികസന നേട്ടമായി ഉയർത്തിക്കാണിക്കാനുള്ളത്? 5 വർഷക്കാലത്തിനപ്പുറം കോവിഡിന്റെയും പ്രളയത്തിന്റെയും ഒക്കെ സമയത്ത് കേന്ദ്ര സർക്കാർ നൽകിയ ആനുകൂല്യങ്ങളെടുത്ത് അരിയും പഞ്ചസാരയും പലചരക്കും എടുത്ത് കിറ്റ് കൊടുത്തതിന്റെ മേലിനടിച്ചുകൊണ്ട് വോട്ട് നേടി 2ാം തവണയും അധികാരത്തിൽ വന്നതൊഴിച്ചാൽ കേരളത്തിനെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാവുന്ന ഏത് വികസന നേട്ടമാണുള്ളത്? മുഖ്യമന്ത്രി പറയാറുണ്ടല്ലോ, ഞങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിലാക്കി. ഗെയിൽ പൈപ്പ് ലൈൻ ആരുടെ പദ്ധതിയാ? കേന്ദ്ര പദ്ധതിയല്ലേ? ആ ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമിക്കടിയിലെ ബോംബാണെന്ന് പറഞ്ഞുകൊണ്ട് ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് കേരളത്തിൽ സമരം ചെയ്തതും ഇതേ CPM-കാരായിരുന്നില്ലേ? ഇപ്പൊ പറയുന്നു ഞങ്ങൾ കേരളയിൽ നടപ്പിലാക്കും. ഇപ്പൊ കേരളത്തിന് വേണ്ടിയാണ് കേരളത്തിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായി ഗോപകുമാർജിയുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന നിരവധി സമരങ്ങൾ നിങ്ങൾക്കറിയാം. കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ജനങ്ങളുടെ എല്ലാ പ്രതിഷേധങ്ങൾക്കും, ജനങ്ങളുടെ എല്ലാ പ്രതിരോധങ്ങൾക്കും, ജനങ്ങളുടെ വേദനകൾക്കും കണ്ണുനീരിനും പുല്ല് വില കൽപ്പിച്ചുകൊണ്ട് അവരുടെ വീടുകളിലേക്ക് അർദ്ധരാത്രി കടന്നു ചെന്ന് മഞ്ഞക്കല്ല് സ്ഥാപിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന് ഭീഷണി ഉയർത്തിക്കൊണ്ട് അവരുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരുതൽ വീഴ്ത്തിക്കൊണ്ട് അവരുടെ ഭാവിക്ക് മേൽ വല്ലാത്ത ഒരു അശനിവാദം പോലെ ഈ കല്ല് സ്ഥാപിച്ചുകൊണ്ട് കേരളത്തിലെ സർക്കാർ മുന്നോട്ട് പോകുന്നത്. കേരളം സ്ഥാപിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ വികസനത്തിന് BJP എതിരല്ല. കേരളത്തിൽ വികസനം വേണമെന്ന കാര്യത്തിൽ, കേരളത്തിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ കേരളം മുന്നേറാനുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് തർക്കമില്ല. പക്ഷേ എല്ലാ വികസനത്തിനും ഒരു മാനുഷിക മുഖം വേണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കാഴ്ചപ്പാട്. വികസനത്തിന് മാനുഷിക മുഖം വേണം. ഇന്നാട്ടിലെ പാവപ്പെട്ടവരെ മുഴുവൻ തെരുവിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് ഇവിടെ വികസനം കൊണ്ടുവരുന്നു എന്ന് പെരുമ്പറയടിച്ചതുകൊണ്ട് എന്ത് നേട്ടമാണ് നാടിനുള്ളത്? പ്രിയപ്പെട്ട ഗോപകുമാർജിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ ജില്ലയിൽ കേരളയിലെതിരായി നടന്ന ധീരോദാത്തമായിട്ടുള്ള ആ സമരമുണ്ടല്ലോ, കേരളയിന് വേണ്ടി ആലപ്പുഴയിലെ ജനങ്ങളെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് സജി ചെറിയാൻ അടക്കമുള്ള ഇടതുപക്ഷത്തെ മന്ത്രിമാർ നടത്തിയിട്ടുള്ള തോന്നിവാസത്തിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് ആലപ്പുഴയുടെ പ്രിയപ്പെട്ട ജനനായകൻ ഗോപകുമാർജി നടത്തിയിട്ടുള്ള ആ ധീരമായ പോരാട്ടത്തിന് മണക്കാട് ബ്ലോക്ക് ഡിവിഷനിലെ ജനങ്ങൾ നൽകുന്ന അംഗീകാരമായിരിക്കണം ഹരീഷ് റാഠോറിന്റെ വിജയമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്.
ജനവിരുദ്ധമായിട്ടുള്ള പദ്ധതി, കേരളത്തിന്റെ നിലവിലെ സാമ്പത്തിക അവസ്ഥയ്ക്ക് ഒട്ടും യോജിക്കാത്ത ആ പദ്ധതി കേരളത്തിൽ ജനങ്ങളുടെ അഭിലാഷത്തിന് വിപരീതമായി അടിച്ചേൽപ്പിക്കാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണെങ്കിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അസന്നിഗ്ധമായി ഞങ്ങൾ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ അവസാനത്തെ പ്രവർത്തകനും ആലപ്പുഴ ജില്ലയിലുള്ളിടത്തോളം കാലം ആലപ്പുഴ ജില്ലയിലെ ഒരു പാവപ്പെട്ട മനുഷ്യരെയും തെരുവിലേക്ക് ഇറക്കി വിടാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഞങ്ങൾ അനുവദിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോയത്. സജി ചെറിയാന്റെ വീട്ടിന് മുന്നിലൂടെ ഗോപകുമാർജി കാൽനട യാത്രയുമായി പദയാത്രയുമായി കടന്നുപോയപ്പോ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് പോലീസുകാരെയാണ് സജി ചെറിയാന്റെ വീടിന് മുന്നിൽ സുരക്ഷയ്ക്ക് വേണ്ടി നിർത്തിയിരുന്നത്. പ്രിയപ്പെട്ടവരെ, ഗോപകുമാർജിയുടെ പദയാത്രയിൽ അണിനിരുന്ന 10,000-കണക്കിന് മനുഷ്യർ സജി ചെറിയാന്റെ വീടിന് നേരെ പോയവരല്ല, ഭീഷണി ഉയർത്തിയവരല്ല. അവരെല്ലാവരും കേരളയിലെ ഇരകളാക്കപ്പെട്ടവരായിരുന്നു. സാധാരണ മനുഷ്യരായിരുന്നു. BJP-യുടെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരുണ്ടായിരുന്നു, അല്ലാത്തവരും ഉണ്ടായിരുന്നു. അവരാരും സജി ചെറിയാന് ഭീഷണിയല്ല. പിന്നെ ആരിൽ നിന്ന് രക്ഷ തേടിയിട്ട സജി ചെറിയാൻ ആയിരക്കണക്കിന് പോലീസുകാരെ അവിടെ കാവൽ നിർത്തിയത്? പ്രിയപ്പെട്ടവരെ, സജി ചെറിയാനെ ആയിരക്കണക്കിന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ച ചെങ്ങന്നൂരിലെ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരന്റെ കയ്യിലെ അടികിട്ടുമെന്ന് പേടിച്ചുകൊണ്ടാണ് ഈ കേരള പോലീസിനെ സജി ചെറിയാന്റെ വീട്ടിന് മുന്നിൽ സുരക്ഷിക്കാൻ വേണ്ടി നിർത്തിയിരുന്നത്. പുറത്തിറങ്ങിയാൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി നിന്നതാരാ? ആ പ്രദേശത്തെ CPM-കാരാ. വീട് നഷ്ടപ്പെടുന്നവരാ. ഇവിടെ സ്വന്തം വീട് നഷ്ടപ്പെടുമ്പോ എന്ത് പാർട്ടി? ജീവിതം മുഴുവൻ തുടങ്ങി അല്ലെ? തങ്ങളുടെ പൂർവികർ മുഴുവൻ അന്തി ഉറങ്ങുന്ന മണ്ണിൽ നിന്ന് കുടിയിറക്കപ്പെടേണ്ടി വരുന്നവൻ അവൻ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, അവൻ ഏത് ജാതി മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ, അവൻ ആ വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെടേണ്ടി വരുമ്പോ അവൻ അനുഭവിക്കുന്ന വേദന മനസ്സിലാക്കാതെ, അവൻ അനുഭവിക്കുന്ന വിഷമം മനസ്സിലാക്കാതെ പ്രതികരിച്ചാൽ ഏത് കൊമ്പത്തെ മന്ത്രിയായാലും മനുഷ്യനായി പറഞ്ഞവൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. അതാണ് ചെങ്ങന്നൂരിൽ കണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെ കേരളത്തിന്റെ പാത ചില സ്ഥലത്ത് പോകുമ്പോ ഇങ്ങനെ വളഞ്ഞു പോവുകയാണ്. ചില സ്ഥലത്ത് പോകുമ്പോ ലൈസൻസിന് വേണ്ടി എട്ടിടുന്നത് പോലെയാണ്, ബൈക്കിന്റെ എട്ടിടുന്നത് പോലെ ആലപ്പുഴയിൽ കേരളയിൽ പോകുന്നത്. എന്താ കാരണം? അങ്ങോട്ട് വളയ്ക്കരുത്, അവിടെ സജി ചെറിയാന്റെ ചെറിയച്ഛന്റെ വീടാണ്. ഇങ്ങോട്ട് വളയ്ക്കരുത്, സജി ചെറിയാന്റെ അമ്മയപ്പന്റെ വീടാണ്. അങ്ങോട്ട് വളയ്ക്കരുത്, സജി ചെറിയാന്റെ വകയിലെ മുത്തച്ഛന്റെ വീടാണ്. അങ്ങനെ പോകുന്ന വഴി മുഴുവൻ സജി ചെറിയാന്റെ വീട്, അച്ഛന്റെ വീട്, ചെറിയച്ഛന്റെ വീട്, അമ്മായിയുടെ വീട്, അമ്മായിയപ്പന്റെ വീട്, ഇനി അവന്റെ വരാനിരിക്കുന്ന തലമുറയിലെ മറ്റാരുടെയൊക്കെ വീട്, ഇങ്ങനെ പറഞ്ഞ് ആലപ്പുഴയിലെ കേരളയിലെ 8 കണക്കെയാണ് കൊണ്ടുപോയത്. വഴിയിലുള്ള പാവപ്പെട്ടവന്റെ ഒരു ബെഡ്റൂമുള്ള അല്ലെങ്കിൽ വളരെ ചെറിയ 200 സ്ക്വയർ ഫീറ്റിന്റെയും 300 സ്ക്വയർ ഫീറ്റിന്റെയും കോളനിയിലെ വീടുകളുണ്ടല്ലോ, ആ വീടുകൾക്ക് മുകളിലൂടെ ബുൾഡോസർ കയറ്റിക്കൊണ്ട് കേരളയിൽ കൊണ്ടുപോകാനാണ് ഇവർ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞങ്ങൾ എതിർത്തത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എതിർക്കേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഈ പ്രദേശത്തെ നല്ലവരായ വോട്ടർമാരോട് ഞങ്ങൾ ചോദിക്കട്ടെ, ഈ ആലപ്പുഴ ജില്ലയിലെ പാവപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യർ, ആ മനുഷ്യരുടെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസിന്റെ കൊടിയ മർദ്ദനമേൽക്കാൻ തയ്യാറായി, ജയിൽവാസം അനുഷ്ഠിക്കാൻ തയ്യാറായി, കേസുകൾ നേരിടാൻ തയ്യാറായി ആ സമരരംഗത്ത് ഇറങ്ങിയിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാക്കൾക്ക്, അതല്ലെങ്കിൽ ആ പാർട്ടിക്ക്, അതിന്റെ സ്ഥാനാർത്ഥിക്ക് നിങ്ങൾ പിന്തുണ നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു സംശയവും വേണ്ട, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഹരീഷ് കാട്ടൂരിനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ തയ്യാറാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സമരത്തിന്റെ വഴിയിലെവിടെയും നമ്മള് ഇടയ്ക്ക് ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയുമായി കതറും വിട്ട് കോൺഗ്രസിന്റെ നേതാക്കൾ വരുന്നതിനപ്പുറം നമ്മൾ അവരെയും എവിടെയും കണ്ടിട്ടില്ലല്ലോ. കേരളത്തിലെ ജനങ്ങൾ ഇന്ന് മനസ്സമാധാനമായി, ഈ കേരളയിലെ ഇലകൾ ഇന്ന് മനസ്സമാധാനമായി കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം മാത്രമേ ഉള്ളൂ, ആ ഇലകൾക്കൊപ്പം നിൽക്കുന്ന പാർട്ടിയാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവർ സമാധാനപരമായി കിടന്നുറങ്ങുന്നത്. ഭാരതീയ ജനതാ പാർട്ടി, നരേന്ദ്രമോദി സർക്കാർ, ദേശീയ ജനാധിപത്യ സഖ്യം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നിടത്തോളം കാലം ഞങ്ങളെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ കേരളത്തിലെ BJP നേതൃത്വം അനുവദിക്കുകയില്ല എന്ന ഉറച്ച ബോധ്യം ഈ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അവരിന്ന് ആ വീടുകളിൽ സമാധാനപരമായി കിടന്നുറങ്ങുന്നത്.
അഭിമാനമുണ്ട്, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇത് പറയുമ്പോൾ ഞങ്ങളെ വികസന വിരുദ്ധർ എന്ന് നിങ്ങൾ മുദ്ര കുത്തണ്ട. ദേശീയ ജനാധിപത്യ സഖ്യത്തെ BJP-യെ വികസന വിരുദ്ധർ എന്ന് നിങ്ങൾ മുദ്ര കുത്തണ്ട. ഈ ആലപ്പുഴ ജില്ലക്കാരനായിട്ടുള്ള കഴിഞ്ഞ മന്ത്രിസഭയിലെ പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ നരേന്ദ്രമോദി സർക്കാരിന് നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുണ്ട്. ആ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾ അച്ചടിച്ച് നല്ല ഫ്രെയിം ചെയ്ത് ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ തൂക്കാൻ പോവുകയാണ്. എന്താ സുധാകരൻ പറഞ്ഞത്? G. സുധാകരൻ പറഞ്ഞല്ലോ, എപ്പോ പോയി എന്താവശ്യം പറഞ്ഞാലും ആ സമയം അത് നിവർത്തിച്ചു തരുന്ന ഒരു ഗവൺമെന്റാണ് ഈ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ, BJP സർക്കാർ എന്ന് പറഞ്ഞത് G. സുധാകരൻ എന്ന് പറയുന്ന ആലപ്പുഴയിലെ CPM നേതാവ് ഒരു തവണയല്ല പലതവണ പറഞ്ഞു. എന്താ പറയാൻ കാരണം? ഈ രാജ്യത്തെ ഏറ്റവും ചുറുചുറുക്കുള്ള കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി കേരളം എപ്പോൾ എന്താവശ്യം പറയുന്നോ ആ ആവശ്യം നിവർത്തിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള മന്ത്രിയാണ്. 65,000 കോടി രൂപയാണ് കേരളത്തിലെ ദേശീയപാത വികസനത്തിന് മാത്രമായി കേന്ദ്ര സർക്കാർ നീക്കിവെച്ചത്. 65,000 കോടി രൂപ. ഇവിടുത്തെ സഖാക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ പറയുന്നത് കേൾക്കണ്ട. നിങ്ങളുടെ പഴയകാല നേതാവ് ഇപ്പൊ നിങ്ങൾ ചവച്ച് ചണ്ടിയാക്കി പുറത്തേക്ക് തുപ്പിയിട്ടിരിക്കുന്ന നിങ്ങളുടെ പഴയകാല നേതാവ് ആ G. സുധാകരൻ പറയുന്നതെങ്കിലും നിങ്ങൾ കേൾക്കണം. ഈ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടി കൈയയച്ച് സഹായിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നത്. ആ കേന്ദ്ര സർക്കാരിന്റെ കൈകൾക്ക് പിൻബലമേകാൻ വേണ്ടി ഹരീഷ് കാട്ടൂരിനെ വിജയിപ്പിക്കുന്നതാണ് നല്ലത് എന്ന ബോധ്യത്തോടുകൂടി വോട്ട് ചെയ്യാൻ ഇവിടുത്തെ സഖാക്കളോട് അഭ്യർത്ഥിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഹരീഷ് കാട്ടൂരിനെ വിജയിപ്പിച്ച നമുക്ക് സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികൾ, സേവനങ്ങൾ നമ്മുടെ പ്രദേശത്ത് നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ടല്ലോ. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. തീർച്ചയായും ഞങ്ങൾ എല്ലാവരും ഹരീഷിനെ സഹായിക്കാൻ കൂടെ ഉണ്ടാകും. ഈ പ്രദേശത്ത് ഇത്രയും കാലം നഷ്ടപ്പെട്ടിട്ടുള്ള വികസന സ്വപ്നങ്ങൾ ഏറെ ഉണ്ടാകും. അതെല്ലാം പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധിക്ക് പരിമിതികൾ ഉണ്ടാകാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാകും. അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറാകും. അതുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിച്ചാൽ തീർച്ചയായും അത് ഈ പ്രദേശത്തിന് ഗുണകരമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ കേരളത്തിൽ നമുക്കറിയാം, BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ മുഴുവൻ പലതരത്തിലുള്ള നാടകങ്ങൾ കളിക്കാൻ ഇവർ തയ്യാറാകും. പലതരത്തിൽ CPM-ഉം കോൺഗ്രസും ഒക്കെ അവസാന നിമിഷമൊക്കെ പലതരത്തിലുള്ള നാടകങ്ങൾ കളിക്കാൻ തയ്യാറാകും. വോട്ടുകൾ അട്ടിമറിക്കാൻ തയ്യാറാകും. പക്ഷെ ഇത്തവണ ഈ ബ്ലോക്ക് ഡിവിഷനിൽ ജാഗ്രതയോടെ ഇരിക്കുന്ന നമ്മുടെ പ്രവർത്തകർ അത്തരം ശ്രമങ്ങളെ നേരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരാജയപ്പെടുത്താൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരത്തിൽ ഇടതുപക്ഷത്തിന്റെയും UDF-ന്റെയും ഒക്കെ ആളുകൾ BJP ജയിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി അവരുടെ രാഷ്ട്രീയ വൈരാഗ്യം മറന്നുകൊണ്ട് പരസ്പരം സഹായിക്കുന്ന നിലയിലേക്ക് പല സ്ഥലത്തും പോകാറുണ്ട്. ഇത്തവണ അതിന് സാഹചര്യം കൊടുക്കാത്ത രീതിയിൽ കൃത്യമായി കാര്യക്ഷമതയോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടതുണ്ട്. എനിക്കൊരു സംശയവുമില്ല, ഈ പ്രദേശത്തെ ചുറുചുറുക്കുള്ള പ്രവർത്തകർ, നിരവധി വർഷത്തെ പാരമ്പര്യമുള്ള സംഘടനാ പാരമ്പര്യമുള്ള പ്രവർത്തകർ, നിങ്ങൾക്ക് ഹരീഷ് കാട്ടൂരിനെ വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. പക്ഷേ ആ വിജയം എന്ന് പറയുന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന തരത്തിൽ ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയമാകണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ യു ഡി എഫുകാര് അവരുടെ സ്ഥാനാർത്ഥിക്കായി പ്രചരണം നടത്തുന്ന സമയത്ത് കോൺഗ്രസ് ഈ രാജ്യത്ത് വലിയ ആശയക്കുഴപ്പത്തിലാണ്. കോൺഗ്രസ് ഇപ്പോ ഒരു ചിന്തൻ ബൈഠക്ക് നടത്തുകയാണ്. അപ്പൊ അങ്ങനെയാണല്ലോ കോൺഗ്രസുകാര് തോറ്റു കഴിഞ്ഞപ്പോ കോൺഗ്രസുകാർ വിചാരിച്ചിരിക്കുന്നത് തോൽവിയുടെ കാരണം എന്ന് പറയുന്നത് നമുക്ക് BJP-യുടേത് പോലെയുള്ള സംവിധാനിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ആദ്യത്തെ പരിപാടി എന്താ ചെയ്യുന്നത്? BJP-യുടെ പരിപാടിക്ക് എന്ത് പേരാണ് കൊടുത്തത്? ആ പേര് നമ്മുടെ പരിപാടിക്ക് കൂടെ. അങ്ങനെയാണ് ഇപ്പൊ ചിന്തൻ ബൈഠക്ക് നടക്കുന്നത്. ആ ചിന്തൻ ബൈഠക്കിൽ കേരളത്തിൽ നിന്നുള്ള ആലപ്പുഴയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ നേതാവ്, കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവ്, ഇപ്പോൾ കോൺഗ്രസിൽ ആർക്കും വേണ്ടാതായിട്ടുള്ള ആ നേതാവ് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞിട്ടുള്ളത്
രാഹുൽ ഗാന്ധി ഭാരത പര്യടനം നടത്തണം എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഭാരത പര്യടനം നടത്തണം. രമേശ് ചെന്നിത്തലയുടേത് നല്ല സജഷനാണ്. രാഹുൽ ഗാന്ധി ഭാരത പര്യടനം നടത്തണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അയാളെ ഭാരതത്തിൽ കിട്ടിയിട്ട് വേണ്ടേ ഭാരത പര്യടനം നടത്താൻ? മൂപ്പര് ഇന്ത്യയിലേക്ക് എത്തിയിട്ട് വേണ്ടേ ഇന്ത്യൻ പര്യടനം നടത്താൻ? കഴിഞ്ഞ ദിവസം ഞാൻ വയനാട്ടിലായിരുന്നു. എന്റെ സംഘടനാ ചുമതല എന്ന് പറയുന്നത് വയനാട്ടിലെ സഹപ്രഭാരി എന്നുള്ളതാണ്. ആ വയനാട് ജില്ലയിൽ കഴിഞ്ഞ 6 മാസക്കാലമായി ഞങ്ങൾ നിരന്തരം തെരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. BJPയുടെ പ്രവർത്തകർ പലരും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. വ്യാപകമായി ഞങ്ങൾ പോസ്റ്റ് ഒട്ടിച്ചു. വയനാട് ജില്ലയിൽ ഉടനീളം ഞങ്ങൾ തിരയാവുന്ന അത്രയും സ്ഥലങ്ങളിൽ തെരഞ്ഞു. രാത്രികാലങ്ങളിൽ വരെ പല സ്ഥലങ്ങളും പോയി തെരഞ്ഞു. പക്ഷെ ഞാൻ കാണാൻ സാധിച്ചില്ല വയനാടിന്റെ MP-യെ. കഴിഞ്ഞ 1 വർഷക്കാലമായി വയനാട്ടിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മകനെ മടങ്ങി വരുമെന്ന് പറഞ്ഞ് വയനാട്ടിലുടനീളം ഞങ്ങൾ പോസ്റ്റ് ഒട്ടിച്ചു. ദുഃഖത്തോടെ വോട്ടർമാർ കാത്തിരിക്കുകയാണ്. പാവങ്ങളെ പറഞ്ഞു പറ്റിച്ചതാ, മനോരമക്കാരെ പറ്റിച്ചതാ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് 2019 തെരഞ്ഞെടുപ്പിന് മുമ്പായി മനോരമക്കാരെ പറ്റിച്ചതാ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പിന്തുണയ്ക്കുന്നത് രാഹുൽ ഗാന്ധിയെയാണെന്നാണ് മനോരമയുടെ സർവേ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. മനോരമ കേരളത്തിന്റെ പുറത്തൊരു മനുഷ്യൻ കാണാത്തത് കൊണ്ട് കേരളത്തിന്റെ പുറത്ത് മുഴുവൻ ആളുകൾ മര്യാദയ്ക്ക് വോട്ട് ചെയ്തു. കേരളത്തിലെ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. വയനാട്ടിലെ ജനങ്ങൾ 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഈ ചെങ്ങായിയെ വിജയിപ്പിച്ചത്. 4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ആ വിജയിച്ച് പോയതിനു ശേഷം രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നത് 4ഓ 5ഓ തവണയാണ്. വരുമ്പോ എന്താ പരിപാടി? വരുന്നു, വഴിയരികിൽ ഏതെങ്കിലും ബേക്കറിയിൽ കയറുന്നു, മുട്ടപ്പപ്സും ചായയും കഴിക്കുന്നു, മനോരമയുടെ ലേഖനം അത് വാർത്തയാക്കുന്നു, തിരിച്ചു പോകുന്നു. ഇതാണ് സ്ഥിരം പരിപാടി. അങ്ങനെ ഒരു വാർത്ത സൃഷ്ടിക്കുന്നതിനപ്പുറം വയനാടിന് വേണ്ടി വായ തുറക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഗോപി MP അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, സുരേഷ് ഗോപിയോട് പറഞ്ഞു, സാർ ഒരു ദിവസം വന്ന് വയനാട്ടിലേക്ക് കടന്നു വരണം. എന്താണ് വയനാടിന്റെ യഥാർത്ഥ ചിത്രം എന്നുള്ളത് നിങ്ങൾ ലോകത്തോടൊന്ന് പറയണം എന്ന് പറഞ്ഞപ്പോ കുറച്ച് ദിവസത്തിന് ശേഷം അദ്ദേഹം തിരിച്ച് വിളിച്ചു പറഞ്ഞു, സന്ദീപ് എത്ര ദിവസം വേണം വയനാട്ടിലേക്ക്? ഞാൻ പറഞ്ഞു, സാർ മിനിമം 2 ദിവസമെങ്കിലും വേണം. കുറച്ചെങ്കിലും വയനാട് ജില്ലയിലെ ആദിവാസി കോളനികൾ ഉൾപ്പെടെയുള്ള മേഖലകളിലെ ദുരവസ്ഥ അങ്ങ് നേരിട്ട് കാണണമെങ്കിൽ ചുരുങ്ങിയത് 2 ദിവസമെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി എന്നോട് പറഞ്ഞു, എന്നാൽ ദേ പിടിച്ചോ 3 ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വയനാട്ടിലേക്ക് കടന്നു വരാൻ തയ്യാറായി. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള സന്ദർശനമായിരുന്നു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സന്ദർശനം. വയനാടിന്റെ മുക്കിലും മൂലയിലുമുള്ള പിന്നോക്കം നിൽക്കുന്ന ആദിവാസി കോളനികളിലേക്ക് മലയാളത്തിന്റെ സൂപ്പർ താരം ആക്ഷൻ ഹീറോ പ്രിയപ്പെട്ട സുരേഷ് ഗോപി കടന്നു ചെന്നപ്പോ വയനാട്ടിലെ ഗോത്ര ജനത ഹൃദയത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യരാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വന്നത്. ഓരോ സ്ഥലത്തും അവർ പറഞ്ഞ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, കഴിയാവുന്ന അത്രയും പ്രശ്നങ്ങൾക്ക് ആ നിമിഷം അദ്ദേഹം അതിനുള്ള പ്രതിവിധികൾ കണ്ടു. അതിനുശേഷം ഓരോന്നായി നോട്ട് ചെയ്തെടുത്ത് പോയി ഇന്ത്യയുടെ പാർലമെന്റിൽ പോയി ശ്രീ സുരേഷ് ഗോപി പ്രസംഗിച്ചു. ഇന്ത്യയുടെ പാർലമെന്റിൽ പോയി ശ്രീ സുരേഷ് ഗോപി അദ്ദേഹം പ്രസംഗിച്ചു. വയനാടൻ ജനതയുടെ ഉൾത്തുടിപ്പുകൾ അദ്ദേഹം ഇന്ത്യയുടെ പാർലമെന്റിൽ വരച്ചു കാണിച്ചു. അത് ശ്രദ്ധിച്ച നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ഒന്നല്ല 1ലധികം ദേശീയ നേതാക്കളെയാണ് ഇപ്പോൾ വയനാട്ടിലേക്ക് അയക്കാൻ തയ്യാറായത്. പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ശ്രീ CP രവി, അതിനുശേഷം രാഹുൽ ഗാന്ധിയെ അമേഠിയിൽ പരാജയപ്പെടുത്തിയ നമ്മുടെ പ്രിയങ്കരിയായ ശ്രീമതി സ്മൃതി ഇറാനിജി വയനാട്ടിൽ കഴിഞ്ഞ ദിവസം വന്ന് സംസ്ഥാന സർക്കാരിന്റെ അതിഥിയായിട്ടാണ് വരുന്നത്. കേന്ദ്രമന്ത്രിയാണ്. അവർക്ക് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ചു കൊടുത്ത സ്ഥലങ്ങളിലൂടെ മാത്രം പോകാനാണ് കത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നിശ്ചയിച്ചത്, പരിപാടിയുടെ ചാർട്ട് നിശ്ചയിച്ചത്. അത് നോക്കുന്ന സമയത്ത് എല്ലാം നല്ല രീതിയിലാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ചില സ്ഥലങ്ങൾ മാത്രം നിശ്ചയിച്ചിരിക്കുന്നു. വയനാട്ടിന്റെ യഥാർത്ഥ മുഖം രാജ്യം അറിയാതിരിക്കാൻ വേണ്ടി മുൻകൈ എടുത്തുകൊണ്ട് ചില സ്ഥലങ്ങൾ മാത്രം നിശ്ചയിച്ചിരിക്കുന്നു. ഇത് മന്ത്രിക്ക് മനസ്സിലായി. മന്ത്രി പറഞ്ഞു, ഉച്ചയാകട്ടെ കാണിച്ചു തരാന്ന് പറഞ്ഞു. ഉച്ച സമയത്ത് സ്മൃതി ഇറാനിജി പറഞ്ഞു, ഞാനിതാ ഒരു ആദിവാസി കോളനിയിലേക്ക് പോവുകയാണ്. കലക്ടർ ഉൾപ്പെടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരോടും എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞുകൊണ്ട് സ്മൃതി ഇറാനിജി കാറിൽ കയറുമ്പോ കേരളത്തിലെ സർക്കാരിനോ കലക്ടർക്കോ പോലീസിനോ അറിയില്ല
അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് ഒരു സംവിധാനത്തിനും അറിയില്ല. അവർ ആദിവാസി കോളനിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആ ആദിവാസി കോളനിയിലെ ജനങ്ങൾ അത്ഭുതത്തോടു കൂടി മന്ത്രിയെ കണ്ട് അവരുടെ ദുരവസ്ഥ പറഞ്ഞു. ഒരു ചെറിയ കൂരയ്ക്കുള്ളിൽ 5 കുടുംബങ്ങൾ, 6 കുടുംബങ്ങൾ, 10 കുടുംബങ്ങൾ, ബേസിക് ആയിട്ടുള്ള ഒരു സൗകര്യങ്ങളും ഇല്ലാതെ മനുഷ്യർ തിങ്ങി പുഴുക്കളെ പോലെ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം ശ്രീമതി സ്മൃതി ഇറാനിജി നേരിട്ട് കണ്ടു. സ്മൃതി ഇറാനിജിയിലൂടെ ലോകം മുഴുവൻ കണ്ടു. മനുഷ്യരെന്നുള്ള നിലക്ക് ഇത് നമ്മുടെ രാജ്യമാണോ കേരളമാണോ എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ജനങ്ങളെക്കാൾ കഷ്ടത്തോടുകൂടി, ഏറ്റവും പട്ടിണിപ്പാവങ്ങളെക്കാൾ കഷ്ടതയോടുകൂടി ജനങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. പുറത്തു വന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. കോൺഗ്രസുകാർ കേൾക്കണം. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ 1,90,000-ലധികം വരുന്ന വീടുകളിൽ 1,35,000 വീട്ടിലും കുടിവെള്ളമില്ല. 1,90,000 വീടുകളിൽ 1,35,000 വീടുകളിലും കുടിവെള്ളമില്ല എന്ന് മന്ത്രി സ്മൃതി ഇറാനിയുടെ മുന്നിൽ ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അവരൊരു കാര്യം കൂടി സമ്മതിച്ചു. നാളിതുവരെയായി ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി, വയനാടിന്റെ MP, നാളിതുവരെയായി ഈ വിഷയം ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ തന്നിട്ടില്ല, ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഉടൻ തന്നെ ബഹുമാനിയായിട്ടുള്ള സ്മൃതി ഇറാനിജി പറഞ്ഞു, ഞാനിതാ നിങ്ങൾക്ക് ഉത്തരവ് തരുന്നു. പ്രധാനമന്ത്രിയുടെ ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വയനാട്ടിലെ ഈ പാവപ്പെട്ട മുഴുവൻ മനുഷ്യർക്കും കുടിവെള്ളം കൊടുത്തിരിക്കണം എന്നുള്ള ഉത്തരവ് ഞാനിതാ നിങ്ങൾക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ വയനാട്ടിൽ നിന്ന് പോയത്. കേന്ദ്ര പദ്ധതിയുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയുണ്ട്, പണമുണ്ട്. പക്ഷെ നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തി കാണിക്കേണ്ട സംസ്ഥാന ജില്ലാ ഭരണകൂടങ്ങൾ, MP, മുൻകൈയെടുക്കേണ്ട MP അത് ചെയ്യാതെ ലോകം മുഴുവൻ കറങ്ങി നടക്കുന്നു. എവിടെയാ അദ്ദേഹം പോയത്? വയനാട്ടിൽ സ്മൃതി ഇറാനി ആദിവാസി കോളനികളിൽ ഇറങ്ങി, വീടാന്തരം കയറി ഇറങ്ങി ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോ, ഗോത്രവർഗ ജനതയുടെ ഹൃദയത്തുടിപ്പുകൾ ഉൾക്കൊള്ളുന്ന സമയത്ത്, പ്രിയപ്പെട്ടവരെ, ഈ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി കാഠ്മണ്ഡുവിലെ ഒരു ക്ലബിൽ നൈറ്റ് ക്ലബിൽ ആരോ ചിലരുടെ കൂടെ നിൽക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുകയാണ്. തീർച്ചയായും നൈറ്റ് ക്ലബിൽ പോകുന്നതും മദ്യപിക്കുന്നതും മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതുമൊക്കെ രാഹുൽ ഗാന്ധിയുടെ തികച്ചും വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അതിനൊന്നും ഒരു തർക്കവുമില്ല. അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP ആണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ഞാൻ പറയുന്നത് കേരളത്തിന് ഒത്തിരി സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. 19 MP-മാരെ കൊടുത്തു കഴിഞ്ഞതാണ്. അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും ഇടപെടാതെ, ചുരുങ്ങിയ പക്ഷം വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പോലും ഇടപെടാതെ, കാഠ്മണ്ഡുവിലെ രാത്രി നിശാ ക്ലബിൽ പോയി ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന, ഇന്ത്യക്കെതിരായി ലോബി ചെയ്യുന്ന, ഇന്ത്യക്കെതിരായി ചാരപ്പണിയെടുക്കുന്ന ചൈനക്കാരികൾക്കൊപ്പം രാത്രികാല ക്ലബിൽ പോയി, ബാറിൽ പോയി സമയം ചെലവഴിച്ചത് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാൻ കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാകണം. ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ്, ഈ രാജ്യത്തെ സുപ്രധാനമായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട സ്ഥാനത്തിരുന്ന ഒരു നേതാവ്, ഏകദേശം 20 വർഷക്കാലത്തോളം ഇന്ത്യയുടെ പാർലമെന്റിൽ MP-ആയ ഒരു നേതാവ്, രാജ്യത്തിന്റെ ശത്രുക്കൾക്കൊപ്പം ഒരു നിശാ ക്ലബിൽ പോയി സമയം ചെലവഴിച്ചത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുക? എന്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ സാധിക്കുക? നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ടവരെ, ഡോക്ലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യം തമ്മിൽ മുഖാമുഖം നോക്കി നിൽക്കുന്ന കാലത്ത്, ഇന്ത്യയും ചൈനയും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ പൂർണ്ണമായും നിർത്തിവെച്ച ഒരു കാലത്ത്, പൂർണ്ണമായും ശത്രുതാ മനോഭാവത്തോടെ ഈ രണ്ട് സൈന്യങ്ങളും മുഖത്തോട് മുഖം നോക്കി നിന്ന സമയത്ത് ഈ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? രാഹുൽ ഗാന്ധി ഡൽഹിയിലെ ചൈനീസ് കോൺസുലേറ്റിനകത്ത് പാർട്ടി നടത്താൻ പോയിരിക്കുകയായിരുന്നു. ഇക്കാര്യം BJP പറഞ്ഞപ്പോ കോൺഗ്രസ് ആദ്യം നിഷേധിച്ചു. തെളിവ് സഹിതം BJP വീണ്ടും ഇക്കാര്യം പുറത്തു പറഞ്ഞപ്പോ കോൺഗ്രസുകാർ പറഞ്ഞെന്താ, രാഹുൽ ഗാന്ധിക്ക് ഡൽഹിയിൽ നല്ല ചൈനീസ് ഭക്ഷണം കിട്ടാൻ വേണ്ടി പോയതെന്നാണ്.
നല്ല ചൈനീസ് ഭക്ഷണം, നൂറുകണക്കിന് ചൈനീസ് റെസ്റ്റോറന്റുള്ള ഡൽഹിയിൽ ചൈനീസ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചൈന എംബസിക്കുള്ളിൽ പോയി എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ രീതിയിൽ പെരുമാറുന്ന ഒരു നേതാവും അവരുടെ പാർട്ടിയും അവരെ എങ്ങനെയാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് ഉപ്പുവെച്ച കരം പോലെയായത്. ഈ രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളും നിങ്ങളെടുത്ത് പരിശോധിക്ക്. ഇന്ന് ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കോൺഗ്രസിന് നിർണായക നിയാമക ശക്തിയായി മാറാനുള്ള കെൽപ്പുണ്ടോ? രാഷ്ട്രീയ ശേഷിയുണ്ടോ? ഒരു കാലത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് കോൺഗ്രസിന്റെ അവസ്ഥ എന്താ? കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത അവസ്ഥയായില്ലേ? പ്രിയങ്കയെ ഇറക്കിയിട്ട് വല്ല കാര്യമുണ്ടായോ? ഇന്ദിരാഗാന്ധിയുടെ രൂപം കെട്ടി, അല്ലെ, ചില മോഹൻലാലിന്റെ വേഷം കെട്ടി ഗ്രൂപ്പ് ഇറങ്ങുന്നത് പോലെ ഇന്ദിരാഗാന്ധിയുടെ വേഷം കെട്ടി പ്രിയങ്കയെ ഇറക്കിയിട്ട് എന്തുണ്ടായി? യു പിയിലെ ജനങ്ങൾ അംഗീകരിച്ചോ? യു പിയിൽ 2-3% വോട്ടിലേക്ക് അവർ ചുരുങ്ങി. ഒരു കാലത്ത് യു പി ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന പാർട്ടിയാണ്. തമിഴ്നാട് ഒരു കാലത്ത് കാമരാജിന്റെ കാലത്ത് ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന പാർട്ടി. ഇന്ന് അവിടുത്തെ അവസ്ഥ എന്താ? വലിയ സംസ്ഥാനമല്ലേ? മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ജൂനിയർ പാർട്ണറല്ലേ? ആരുടെ പാർട്ണറാണ്? ശിവസേനയുടെ സഖ്യകക്ഷിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഈ രാജ്യത്തെ പ്രബലമായ സംസ്ഥാനങ്ങളിൽ മുഴുവൻ വേരോടെ വീണ്ടെറിയപ്പെട്ട നിലയിൽ കോൺഗ്രസ് എല്ലാ പ്രതീക്ഷയും അവസാനിച്ച് ഒരു പാർട്ടി എന്ന നിലയിൽ സമ്പൂർണ്ണ തകർച്ചയെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട മണക്കാട് ബ്ലോക്ക് ഡിവിഷനിലെ പ്രിയപ്പെട്ട സമ്മതിദായകരെ, നിങ്ങൾ എന്തിനു വേണ്ടി കോൺഗ്രസ് വോട്ട് ചെയ്യണം? സർവാംഗം നശിച്ച് ആ പാർട്ടി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആരും വിചാരിച്ചാൽ പോലും രക്ഷപ്പെടില്ല. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അപ്രസക്തമായി കഴിഞ്ഞു. പഞ്ചാബ് പോലെ സ്ഥലത്ത് ആം ആദ്മി പാർട്ടി പോലെ ഒരു ചെറിയ പാർട്ടി അവർ കോൺഗ്രസിന് വോട്ട് കൊണ്ടുപോകുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രതീക്ഷ നശിച്ച ഒരു പാർട്ടിക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തതുകൊണ്ട് മണക്കാട് ബ്ലോക്ക് ഡിവിഷനിലെ ജനങ്ങൾക്ക് പുതുതായി ഒന്നും ലഭിക്കാൻ പോകുന്നില്ല. മറുവശത്ത് ഇടതുപക്ഷം, ആ ഇടതുപക്ഷത്തിന് ഈ രാജ്യത്തെ ഇന്നത്തെ അവസ്ഥ എന്താ? അവർ ഭരിച്ചിരുന്ന 2 സംസ്ഥാനങ്ങൾ, ത്രിപുരയും ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് അവർക്ക് തിരിഞ്ഞു നോക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അനിസ്പ്രയുടെ പരസ്യത്തിലേതുപോലെ കൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഇടതുപക്ഷം, CPM. ആ പാർട്ടിക്ക് എന്ത് പ്രസക്തിയാവുന്നു? നമ്മുടെ സംസ്ഥാനത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കിറ്റ് കൊടുത്തു എന്നുള്ള ആനുകൂല്യത്തിൽ ജനങ്ങളെ വിട്ടികളാക്കിക്കൊണ്ട് രണ്ടാമതും അധികാരത്തിൽ വന്നതിലൊഴിച്ചാൽ കേരളത്തിന് എന്തെങ്കിലും ഗുണകരമായ ഒരു മാറ്റം കൊണ്ടുവരാൻ അവരുടെ സർക്കാരിന് സാധിച്ചിട്ടില്ല. ഈ സംസ്ഥാനം അനുദിനം കടക്കണിയിൽ നിന്ന് കടക്കണിയിലേക്ക് മുന്നോട്ട് പോകുന്നു. കേരളത്തിന്റെ ഖജനാവ് എന്ന് പറയുന്നത് പൂച്ച വെക്കിടക്കുന്ന അവസ്ഥയിലായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വളരെ വൈകാരികമായിട്ടൊരു കാര്യം പറഞ്ഞു. ലോകത്ത് നടക്കുന്ന പുതിയ സംഭവ വികാസങ്ങളുടെ സാഹചര്യത്തിൽ, ഉക്രൈൻ റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന്റെയൊക്കെ സാഹചര്യത്തിൽ ഇന്ധനവിലയിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്, വലിയ ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ആ ഇന്ധനവിലയിൽ നിന്ന്, അതിന്റെ വിലക്കയറ്റത്തിന്റെ ആഘാതത്തിൽ നിന്ന് അവർക്കൊരല്പം ആശ്വാസം നൽകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നികുതി ഇനത്തിൽ വലിയ കുറവ് വരുത്തി. എല്ലാ സ്ഥലങ്ങളിലും കേന്ദ്ര സർക്കാർ വരുത്തിയ കുറവ് കൊണ്ട് 10 രൂപയും 5 രൂപയും ഒക്കെ കുറവുണ്ടായി. അതിന് പുറമെ ബി ജെ പി ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളും ഇന്ധനവിലയിൽ നല്ല കുറവ് വരുത്തി, ടാക്സ് നികുതിയിൽ കുറവ് വരുത്തി. ഇന്ന് കേരളത്തിനകത്ത് തന്നെയുള്ള പോണ്ടിച്ചേരിയുടെ ഭാഗമായിട്ടുള്ള മാഹിയിൽ പോയി കഴിഞ്ഞാൽ കേരളത്തിലുള്ളതിനേക്കാൾ 15-20 രൂപ കുറവാണ് ഓരോ ലിറ്റർ ഇന്ധനത്തിന് ഈടാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ പോണ്ടിച്ചേരി പോലെ, കർണാടക പോലെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ധനത്തിന്റെ വില എന്താണ്, കേരളത്തിലെ വില എന്താണ് എന്ന് താരതമ്യം ചെയ്താൽ മതി. കേരളത്തിലെ സർക്കാർ പറയുന്നത് വലിയ പ്രചാരണം അഴിച്ചുകൊടുക്കും. എന്താണ്? BJP ഇന്ധന വില കുറയ്ക്കണം. ആര് കുറയ്ക്കണം? കേരളം കുറയ്ക്കണം. കേന്ദ്ര സർക്കാർ കുറയ്ക്കാൻ തയ്യാറായി, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കുറയ്ക്കാൻ തയ്യാറായി, പക്ഷേ കേരളം തയ്യാറല്ല. ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? ബാലഗോപാൽ പറയുന്നത്, അയ്യോ നികുതി കുറയ്ക്കാൻ പറ്റില്ല. കുറച്ചു കഴിഞ്ഞ പ്രശ്നം, ഇവിടെ ശമ്പളവും പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. കേരളത്തിൽ ശമ്പളവും പെൻഷൻ കൊടുക്കാൻ കേരള സർക്കാരിന്റെ കയ്യിൽ പണമില്ല.
കേരളത്തിന് ആകെയുള്ള വരുമാന മാർഗമെന്ന് പറയുന്നത് ഈ ഇന്ധന നികുതിയിൽ നിന്നുള്ള വരുമാനവും ലോട്ടറിയിൽ നിന്നും മദ്യത്തിൽ നിന്നുള്ള വരുമാനവുമാണെന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമല്ലേ? ഒരു വ്യവസായ സംരംഭവും തുടങ്ങാൻ സാധിക്കുന്നില്ല പുതുതായിട്ട്. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് സർക്കാരിന് പണം ഉണ്ടാകുന്നത്? എങ്ങനെയാണ് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നത്? പണം ഉണ്ടാകുന്നത് ഓരോ സംസ്ഥാനങ്ങളിലും ഉൽപാദനം നടക്കുമ്പോഴാണ്. ഏത് സ്ഥലങ്ങളിലാണ് ഉൽപാദനം നടക്കുന്നത്, കയറ്റുമതി നടക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ ജനറേഷൻ ഉണ്ടാകുന്നത്. കേരളത്തിൽ പുതുതായി എന്ത് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാനാണ് ഈ ഇടതുപക്ഷ സർക്കാരിന് സാധിച്ചത്? ആലപ്പുഴ ജില്ലയിലെ പരമ്പരാഗത വ്യവസായ മേഖലകൾ വരെ സമ്പൂർണമായ തകർച്ചയെ അഭിമുഖീകരിക്കല്ലേ? ഒരു വ്യവസായ മേഖലയും സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല, പുതുതായി ഒന്നും കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിന് നിലനിന്നു പോകാൻ ഈ കടമെടുപ്പും അതുപോലെ ഇന്ധന നികുതിയിൽ നിന്നുള്ള വരുമാനവുമല്ലാതെ മറ്റെന്താണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സമ്പൂർണ്ണ പരാജയമായി മാറിയ സർക്കാർ ഈ സംസ്ഥാനം ഭരിക്കുന്നു. കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾക്കപ്പുറം കേരളത്തിലെ ജനങ്ങൾക്ക് മറ്റൊരു പ്രതീക്ഷയുമില്ല. എനിക്ക് ഉറപ്പുണ്ട്, നമ്മുടെ ഈ പ്രദേശം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ഒരൊറ്റ വീട് പോലും ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ PM കിസാൻ സമ്മാൻ നിധിയിലൂടെ പ്രതിവർഷം 6000 രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്ന ആയിരക്കണക്കിന് കർഷകർ ഈ മണക്കാട് ബ്ലോക്ക് ഡിവിഷനിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഞാൻ ചോദിക്കട്ടെ, 2014 മുൻപ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് നമ്മുടെ ഈ പ്രദേശത്തെ എത്ര ജനങ്ങൾക്ക് സ്വന്തമായി ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു? എത്ര പേർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു? സഹകരണ ബാങ്കുകളിലെ ചിലർക്ക് കടം വാങ്ങാനും മറ്റുമുള്ള അക്കൗണ്ടുകൾക്ക് ഉപരിയായി ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നതേ ഒരു ലക്ഷറി ആയിരുന്നു. ഒരു അതിസമ്പന്നതയുടെ ഒരു പ്രദർശനം മാത്രമായിരുന്നു ബാങ്ക് അക്കൗണ്ടുകൾ. ATM കാർഡ് എന്ന് പറയുന്നത് സമൂഹത്തിൽ ഏറ്റവും സമ്പന്നന്റെ കീശയിൽ മാത്രമുള്ള കാര്യമായിരുന്നെങ്കിൽ ഇന്ന് ഈ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥിയുടെ പോക്കറ്റിൽ സ്കൂൾ ബാഗിൽ വരെ ATM കാർഡുണ്ട്, ഇല്ലേ? നിങ്ങൾ മുഴുവൻ ആളുകളുടെയും മൊബൈൽ ഫോണിൽ UPI ഉപയോഗിച്ചുള്ള ഗൂഗിൾ പേ, പേടിഎം, അതല്ലെങ്കിൽ ഫോൺ പേ അടക്കമുള്ള ഭീം അടക്കമുള്ള UPI സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റലായി പണം ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ നിന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 2014 മുമ്പ് നമുക്കാർക്കെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ഈ മണക്കാട്ട് അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു നഗരത്തിലെ ദേശസാൽകൃത ബാങ്കിന് അകത്തേക്ക് കാലെടുത്ത് വെച്ച് കയറിയാൽ ബാങ്ക് മാനേജർ ചോദിക്കും, എന്തിനപ്പം ഇങ്ങോട്ട് വന്നത്? ഗോപകുമാർജിക്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ആ ബാങ്കിൽ അക്കൗണ്ടുള്ള വേറെ 2 പേര് പരിചയപ്പെടുത്തണം, വേണ്ടേ? അങ്ങനെയായിരിക്കില്ല 2014 മുമ്പ്. പ്രിയപ്പെട്ടവരെ, 2014 ശേഷം ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ഹൃദയം തൊട്ടറിയുന്ന ഒരു പ്രധാനമന്ത്രി രാജ്യത്ത് അധികാരത്തിൽ വന്നപ്പോ നിങ്ങളുടെ ആധാർ കാർഡിന്റെ ഒരു കോപ്പി, അതിൽ നിങ്ങളുടെ ഒരു ഒപ്പുണ്ടെങ്കിൽ ഇന്നാട്ടിലെ ഏത് പാവപ്പെട്ടവനും 10 പൈസ ഇല്ലാതെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കുന്ന അന്തരീക്ഷം വന്നില്ലേ? അത് 2014 ശേഷം വന്ന മാറ്റമല്ലേ? കേവലം ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമാണോ തുടങ്ങിയത്? അല്ലല്ലോ. കേവലം ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രമല്ലല്ലോ തുടങ്ങിയത്. ആ ബാങ്ക് അക്കൗണ്ടിനോടൊപ്പം എന്തൊക്കെയാ ചേർത്ത് വെച്ചത്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിങ്ങളടക്കമുള്ള ഈ നാട്ടിലെ പാവപ്പെട്ടവൻ, സാധാരണക്കാരൻ 2014 മുമ്പ് നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്ക് സുരക്ഷിതത്വം ഉണ്ടായിരുന്നു? രാവിലെ പണിയെടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകും മുമ്പ് തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള അമ്മ, ഭാര്യ, അതുപോലെ തന്നെ മക്കൾ, കൊച്ചുമക്കൾ, ഇവർക്കാരാണ് ബാക്കിയുണ്ടാവുക എന്നുള്ള സങ്കടത്തോടുകൂടി, എന്നൊരാധിയോടുകൂടി പുറത്തേക്ക് പോയിരുന്ന ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ, അവരുടെ ജീവിതത്തിൽ എന്ത് സുരക്ഷിതത്വമാണ് 2014 മുമ്പുണ്ടായിരുന്നത്? പ്രിയപ്പെട്ടവരെ, 2014 നമ്മുടെ പ്രധാനമന്ത്രി അക്കൗണ്ടുകൾ, സീറോ ബാലൻസ് അക്കൗണ്ടുകൾ നമുക്ക് തുടങ്ങി തന്നപ്പോ അതോടൊപ്പം 2 ഇൻഷുറൻസ് പദ്ധതിയോട് ചേർത്ത് വെച്ചു. ഇന്നത്തെ പാവപ്പെട്ടവൻ പ്രതിമാസം 1 രൂപ കൊടുത്താൽ, പ്രതിവർഷം വെറും 12 രൂപ കൊടുത്താൽ 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് കിട്ടുന്ന പദ്ധതിയിൽ നിങ്ങളെ അംഗങ്ങളാക്കി. കേവലം 300 ചില്ലാനം രൂപ കൊടുത്താൽ, ഒരു വർഷം കൊടുത്താൽ 2 ലക്ഷം ഉറുപ്പികയുടെ ഇൻഷുറൻസ് പദ്ധതിയിൽ, ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയിൽ നിങ്ങളെ അംഗങ്ങളാക്കി, അല്ലേ?
നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു സംരക്ഷണ കവചം, ഇൻഷുറൻസ് പദ്ധതിയുടെ ഒരു സംരക്ഷണ കവചം നമുക്ക് ആർക്കെങ്കിലും കിട്ടുമെന്ന് നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ കരുതിയിട്ടുണ്ടോ? ഇവിടെ LIC ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികൾ ഉള്ളവരുടെ ഇൻഷുറൻസ് പദ്ധതികൾ 2 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരണമെങ്കിൽ പ്രതിമാസം 1000 രൂപ അടയ്ക്കണ്ടേ? നാട്ടിലെ പാവപ്പെട്ടവരെ കൊണ്ട് കഴിയോ? ഇല്ലല്ലോ. അവിടെയാണ് നാട്ടിലെ പാവപ്പെട്ട മനുഷ്യന്റെ ജീവനും ജീവിതത്തിനും ഒരു സുരക്ഷിതത്വം നമ്മുടെ പ്രധാനമന്ത്രി ഉണ്ടാക്കി തന്നത്. ഞാൻ ചോദിക്കട്ടെ, അത് മാത്രമാണോ? നമ്മൾ എത്രയോ മനുഷ്യർ, ഈ പ്രദേശത്ത് എത്രയോ മനുഷ്യർ ആയുഷ്മാൻ ഭാരത് പദ്ധതി 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് കൊണ്ടുവന്നത്. 5 ലക്ഷം രൂപയുടെ മാരക അസുഖങ്ങളുമായി ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ ചികിത്സ ലഭിക്കാതെ, മരുന്നിന് പൈസയില്ലാതെ അല്ലെ വിലപിക്കേണ്ടി വന്ന 10,000-കണക്കിന് മനുഷ്യർ, പാവപ്പെട്ടവർ, നിരാലംബരായ മനുഷ്യർ, ആരോഗ്യം നോക്കാനില്ലാത്തവർ, അവർക്കെല്ലാം ആശ്വാസമായി ആയുഷ്മാൻ ഭാരത് പദ്ധതി വന്നു. 5 ലക്ഷം രൂപയുടെ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി വന്നു. ഞാൻ ചോദിക്കുന്നത്, ചരിത്രപരമായിട്ടൊരു മാറ്റമല്ലേ? പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഒരു ഭരണമല്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, PM കിസാൻ സമ്മാൻ നിധിയുടെ കാര്യം ഞാൻ സൂചിപ്പിച്ചു. ഇവിടെ ആയിരക്കണക്കിന് കർഷകർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പ്രതിവർഷം 6000 രൂപ കിട്ടുക. ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത്, ലോക്ക്ഡൌണിന്റെ കാലത്ത് ആ 6000 രൂപയുടെ 2000 രൂപയുടെ അഡ്വാൻസ് തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്ന് നിക്ഷേപിച്ചു എന്ന് കേട്ടപ്പോ മുഖത്ത് പുഞ്ചിരി കൊണ്ട് തിളങ്ങിയ എത്രയോ കുടുംബങ്ങളെ നമുക്ക് നേരിട്ടറിയാം. കാരണം മനുഷ്യർക്ക് ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ വലഞ്ഞ ഒരു കാലത്ത് ആശ്വാസമായി ആ പണം ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടുതന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടേത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കേരളത്തിൽ കുറെ പദ്ധതികളുണ്ടല്ലോ, ക്ഷേമ പെൻഷനുകളുണ്ടല്ലോ. ആ ക്ഷേമ പെൻഷനുകളൊക്കെ എങ്ങനെയാ കൊടുക്കുന്നത്? സഹകരണ ബാങ്ക് വഴി അല്ലേ? ആളുകളെ കയ്യിലാ കൊണ്ടുവന്നിരുന്നത്. അത് പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നുണ്ട്. ജനങ്ങളെ കയ്യിൽ നേരിട്ട് കൊടുക്കുമ്പോ പല കാരണവും പറഞ്ഞ് അതിൽ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സമ്മേളനമാണ് കാർത്തിക എടുത്തി ഒരു 50 രൂപയുടെ എഴുതിപ്പോൾ ഞങ്ങൾ എഴുതിയിട്ടുണ്ട് പറഞ്ഞിട്ട് തിരിച്ചോട്ട് പോകല്ലേ? അല്ലെങ്കിൽ കർഷക തൊഴിലാളി അല്ലെ യൂണിയന്റെ സമ്മേളനം ഉണ്ട്, ഒരു 100 രൂപ പിരിവേണ്ടി ബാക്കി പൈസ അതാ വെച്ചോളുന്നുണ്ടല്ലേ തരുന്നത്? അങ്ങനെയല്ലേ തരുന്നത്? ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദി സർക്കാർ കൊടുക്കുന്ന പണം 6000 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വീഴുന്ന സമയത്ത് അതിന് അണാപ്പൈ കുറവ് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഒരു പൈസ കുറവ് വരുന്നുണ്ടോ? ഏതെങ്കിലും ഒരു BJP-കാരൻ വന്ന് BJP-യുടെ പരിപാടി നിങ്ങൾക്ക് 6000 രൂപ കിട്ടിയതല്ലേ, 100 രൂപ ഞങ്ങളുടെ പാർട്ടിക്ക് പിരിവ് തരുന്ന ഏതെങ്കിലും ഒരു BJP നേതാവ് വന്ന് നിങ്ങളോട് ഇന്നേ വരെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ആനുകൂല്യം വരുമ്പോ PM കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ പ്രതിവർഷം ബാങ്ക് അക്കൗണ്ടിൽ കൊടുക്കുമ്പോ അത് കിട്ടുന്നത് ഈ നാട്ടിലെ ഹിന്ദുവിനാണോ, മുസ്ലിമിനാണോ, ക്രിസ്ത്യാനിക്കാണോ, മാർക്സിസ്റ്റുകാരനാണോ, കോൺഗ്രസ്സുകാരനാണോ, ലീഗുകാരനാണോ, കേരള കോൺഗ്രസ്സുകാരനാണോ, അതോ BJP-കാരനാണോ എന്ന് ഞങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? വികസന കാര്യത്തിൽ, ക്ഷേമകാര്യത്തിൽ, ജനങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ, അത് ഭരണമായാലും പ്രളയമായാലും ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നവന്റെ പേരാണ് BJP-കാരൻ എന്നത് മറക്കണ്ട. അത് പ്രളയമാണെങ്കിലും ശരി, ഭരണമാണെങ്കിലും ശരി. പ്രളയകാലത്ത് നിങ്ങൾക്കറിയാലോ, ഈ ആലപ്പുഴ ജില്ലയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രളയത്തെ അഭിമുഖീകരിച്ച് ജനങ്ങൾ കഷ്ടപ്പെടുമ്പോ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ അല്ലേ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്ന സേവാഭാരതിയുടെ 10,000-കണക്കിന് മനുഷ്യർ, അവരുടെ പേര് പോലും നമ്മൾക്കറിയില്ലല്ലോ. ആ പേര് പോലും അവരെ പറഞ്ഞിട്ടില്ല. വൈകുന്നേരം 6 മണിക്കോ 7 മണിക്കോ സംഘശാഖയിൽ പോയി വലത് കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് നമസ്തേ സദാ വത്സരേ മാതൃഭൂമി എന്ന് ചൊല്ലുന്ന ആ ഒരൊറ്റ പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ ശക്തിയുടെ ഫലമായിട്ടാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ലക്ഷക്കണക്കിന് വരുന്ന സ്വയംസേവർ ആലപ്പുഴയിൽ കടന്നു വന്ന് നമ്മളെല്ലാം സഹായിക്കാൻ തയ്യാറായത് അല്ലേ? അത് ഈ പ്രസ്ഥാനത്തിന്റെ ശക്തിയാണ്, ഈ സംഘടനയുടെ ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയും രാഷ്ട്രീയം നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല, ജാതി നോക്കിയിട്ടില്ല. അത് വികസനത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റേത് കാര്യത്തിലാണെങ്കിലും ജനങ്ങളെ നമ്മുടെ പ്രധാനമന്ത്രി എപ്പോഴും എന്താ പറയാറുള്ളത്? ഞാൻ 130 കോടി വരുന്ന ഇന്ത്യക്കാരുടെ പ്രധാന സേവകനാണ് എന്നാണ് പ്രധാനമന്ത്രി പറയാറുള്ളത്. അദ്ദേഹം ഒരിക്കലും 100 കോടി 110 കോടി വരുന്ന ഹിന്ദുക്കളുടെ പ്രധാന സേവകനാണ് ഞാനെന്ന് ഒരിക്കലും എവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടില്ല. ഞാൻ BJP-കാരൻ മാത്രം പ്രധാനമന്ത്രിയാണ് എന്ന് അദ്ദേഹം എവിടെയും പറയാറില്ല. അദ്ദേഹം ഈ രാജ്യത്തെ ഒറ്റക്കെട്ടായി കാണുന്നു, ഒന്നിച്ചു കാണുന്നു.
നമ്മൾ കാണുന്നില്ലേ? ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് കിട്ടുന്ന അംഗീകാരം നമ്മൾ കാണുന്നില്ലേ? അദ്ദേഹം കടന്നു ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ കിട്ടുന്ന സ്വീകാര്യത നമ്മൾ കാണുന്നില്ലേ? നിങ്ങൾ കഴിഞ്ഞ ദിവസം കേട്ടല്ലോ, ഉക്രൈന്റെ രാഷ്ട്രം, അവിടുത്തെ പ്രസിഡന്റ് അടക്കമുള്ളവർ, അവിടുത്തെ ഭരണാധികാരികൾ എന്താ അവർ പറഞ്ഞത്? റഷ്യയുടെ ആക്രമണം നിർത്തണമെങ്കിൽ, ഈ യുദ്ധത്തിനൊരു പരിഹാരം ഉണ്ടാകണമെങ്കിൽ, ഈ യുദ്ധത്തിനൊരു അവസാനം ഉണ്ടാകണമെങ്കിൽ ലോകത്ത് അമേരിക്കയോ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളോ ചൈനയോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ ഒന്നും വിചാരിച്ചാൽ അത് നടക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഞങ്ങൾക്ക് പ്രതീക്ഷയുള്ള ഒരേ ഒരു ലോക നേതാവ്, ആ ലോക നേതാവിന്റെ പേര് നരേന്ദ്ര ദാമോദർദാസ് മോദി എന്നാണെന്ന് പറഞ്ഞത് ഉക്രൈൻ നേതാക്കൾ. ഞാൻ ചോദിക്കട്ടെ, എത്ര മനുഷ്യരെയാണ് ഉക്രൈന് തിരിച്ചുകൊണ്ടുവന്നത്? അശ്രാന്ത പരിശ്രമം നടത്തി മലയാളികൾ 2000 മലയാളികളെ മാത്രം തിരിച്ചുകൊണ്ടുവന്നു. 34,000 വരുന്ന ഇന്ത്യക്കാരെ മുഴുവൻ ഉക്രൈനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിന് സാധിച്ചു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാരിന് സാധിച്ചു. ഇന്ത്യക്കാരെ മാത്രമാണ്. ഇന്ത്യയുടെ കൊടി വെച്ച് പോന്നാൽ ഞങ്ങൾ സുരക്ഷിതരാകുമെന്ന് വിശ്വസിച്ച് പാകിസ്ഥാനികൾ വരെ ഉക്രൈനിൽ നിന്ന് രക്ഷപ്പെട്ട ചിത്രങ്ങൾ നമ്മൾ കണ്ടു അല്ലെ? ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക വെച്ച് വാഹനത്തിലൂടെ പോന്നാൽ ഞങ്ങൾ സുരക്ഷിതരാണെന്ന് ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളും കരുതുന്നു. അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഗരിമ, അതിന്റെ പ്രൗഢി, അതിന്റെ ശോഭ ലോകം മുഴുവൻ തിളങ്ങി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യയെ കൈപിടിച്ചുയർത്തിയ ആ മഹാനായിട്ടുള്ള പ്രധാനമന്ത്രി, നമ്മുടെ നേതാവ്, ലോക നേതാവ് നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി കഴിഞ്ഞ 7 വർഷക്കാലം രാജ്യം ഭരിച്ചപ്പോ അദ്ദേഹം എന്തൊക്കെയാണോ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് അത് മുഴുവൻ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാമല്ലോ, BJP തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോ പ്രകടന പത്രിക അച്ചടിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾ അതെടുത്ത് പരിശോധിച്ചോ? ആ പ്രകടന പത്രികയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ നടപ്പാക്കിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് ഞങ്ങൾ നടപ്പാക്കുന്നതാ ഇപ്പൊ വലിയ പ്രശ്നം. BJP സർക്കാർ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതാണ് പലർക്കും ഇപ്പൊ വലിയ പ്രശ്നം എന്ന് പറയുന്നത്. എത്രയോ കാലമായിട്ട് നമ്മൾ പറയുന്നതാണ് കാശ്മീരിന്റെ പ്രത്യേക അവകാശം അവസാനിപ്പിക്കും. കാശ്മീരിനെ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെയും പോലെ ഇന്ത്യയുടെ ഭാഗമാക്കി മാറ്റി തീർക്കുമെന്ന് എത്രയോ കാലമായി BJP പറയുന്നത്. നമ്മളത് നടത്തി കാണിച്ചില്ലേ? അതുപോലെ തന്നെ നമുക്കറിയാവുന്ന അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യം. ഭവ്യമായ രാമക്ഷേത്രം അത് നിർമ്മിക്കണമെന്നുള്ളത് ഇന്ത്യക്കാരന്റെ ഹൃദയവികാരമാണ്. ഈ രാജ്യത്തെ ഹിന്ദുവും മുസൽമാനും അടക്കമുള്ള മുഴുവൻ ഇന്ത്യക്കാരും അയോധ്യയിലെ ഭവ്യമായ രാമക്ഷേത്രത്തിന് വേണ്ടി മനസ്സ് തുറന്നുകൊണ്ട് തയ്യാറായി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നു കഴിഞ്ഞു. ഇന്ന് അയോധ്യയിൽ രാമക്ഷേത്രത്തിന് വേണ്ടിയുള്ള തറക്കല്ലിട്ട് കഴിഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് 2024 മുമ്പ് അയോധ്യയിൽ ഭവ്യമായ രാമക്ഷേത്രവും വരാൻ പോവുകയാണ്. ഇന്നലെ അമിത്ഷാ 2 ദിവസം മുമ്പ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ദേശീയ പൗരത്വ നിയമം അത് നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഏറെക്കാലമായി BJP മുന്നോട്ട് വെച്ചിട്ടുള്ള, ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള, ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൊരു വാക്കുണ്ട്. ഏകദേശം 1 വർഷം 2 വർഷം കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇതേ വേദിയിൽ വെച്ച് നമുക്ക് അഭിമാനപൂർവ്വം പ്രസ്താവിക്കാൻ കഴിയും, ഞങ്ങളിതാ ഏക സിവിൽ കോഡും നടപ്പിലാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. ഒരു സംശയവും കൊണ്ട് അങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ BJP ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ BJP അധികാരം ഏറ്റെടുത്ത് ഇവിടെ പ്രവർത്തിക്കാൻ തുടങ്ങിയത്, ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള പ്രയാണത്തിൽ BJP മുന്നോട്ട് കുതിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കോൺഗ്രസ് അല്ല. ജനങ്ങൾക്ക് ഗരീബി ഹടാവോ എന്ന് വാഗ്ദാനം കൊടുത്ത് കൊല്ലം 14 ഇവിടെ ഗരീബി പോയോ? ഗരീബി പോയിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ്. നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് റേഷൻ കടയിൽ ഇന്നും ഇപ്പോഴും സൗജന്യമായി അരി കിട്ടുന്നതും നമ്മളിപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോക്ക്ഡൌൺ കാലത്ത് കൊടുത്തത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. ഇപ്പോഴും അരിയും പലവ്യഞ്ജനങ്ങളും ഒക്കെ സൗജന്യമായി കിട്ടുന്നുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി സർക്കാരിന്റെ കരുതൽ കൊണ്ടാണ്. ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുള്ള കരുതൽ കൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ കൊടുക്കുന്നാൽ എവിടെ പറയുന്നു കഴിഞ്ഞാൽ മുഴുവൻ ചെയ്യുന്നത് പിണറായി വിജയനാണ് തെറ്റിദ്ധരിച്ചു ജനങ്ങൾ.
നമ്മുടെ കുഴപ്പമുണ്ട്. ഇത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കുന്നത് നമ്മുടെ കുഴപ്പമുണ്ട്. വിശദീകരിക്കുന്നത് ഓർമ്മയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, ലാൽസലാം സിനിമയിൽ ജഗതിയുടെ റോഡുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ റോഡ് ഉണ്ടാക്കുന്ന സമയത്ത് മറ്റവർക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇഷ്ടിക്കുകയും കല്ലൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ ജഗതി ഇങ്ങനെ ആക്ഷൻ കാണിക്കും. അതുപോലെയാണ് പിണറായി. നരേന്ദ്രമോദി അവിടെ കഷ്ടപ്പെട്ടിട്ട് രാജ്യം ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിണറായി അവിടെ ആക്ഷൻ കാണിക്കുന്നുള്ളൂ. മൂപ്പരൊന്നും ചെയ്യുന്നില്ല. ചെയ്യുന്നതോടെ നരേന്ദ്രമോദിയാ ചെയ്യുന്നതോട് കേന്ദ്ര സർക്കാർ അതിന്റെ മുകളിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടി നടക്കുക. ആലോചിച്ച് ഈ രാജ്യത്തെ സംസ്ഥാനത്ത് ഇത് കണ്ടാവും, കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് ദേശീയപാതയുടെ വികസനം നടക്കുന്നു. 6 വരി ഹൈവേയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ജനങ്ങൾക്കും പണം കൊടുത്തുകൊണ്ട് സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അതിവേഗം കേരളത്തിലൊരു വലിയ പാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഓരോ ദിവസം പോകുമ്പോഴും അത്ഭുതപ്പെട്ടു പോകുന്ന വേഗതയിലാണ് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. 1000 കോടി രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ ചെലവഴിക്കുന്നത് കേരളത്തിൽ ഈ പുതിയ പാതയ്ക്ക് വേണ്ടി. എത്ര പേർക്കറിയും? ഇവിടെ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ കടക്കൂട്ടത്തെ ബൈപ്പാസ്, നമ്മൾ നിൽക്കുന്ന ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ ബൈപ്പാസ് നമ്മുടെയൊക്കെ ചെറുപ്പകാലം തൊട്ട് എന്ന് തുടങ്ങിയതാണ്. ആലപ്പുഴയിൽ ബൈപ്പാസ് വേണം, ആലപ്പുഴയിൽ ബൈപ്പാസ് വേണം. ഇത് പറയലല്ലാതെ ഞാൻ ചോദിക്കണം, വേണുഗോപാൽ എത്ര കൊല്ലം മന്ത്രിയായിരുന്നു, കേന്ദ്രമന്ത്രിയായിരുന്നു? AK ആന്റണി കേന്ദ്രമന്ത്രിയായിരുന്നില്ലേ? ആലപ്പുഴയിൽ നിന്ന് എത്ര കേന്ദ്രമന്ത്രിമാരുണ്ടായി, എത്ര വലിയ നേതാക്കന്മാരുണ്ടായി? എന്തേ ആലപ്പുഴയിൽ ബൈപ്പാസ് വരാതിരുന്നത്? ആലപ്പുഴയിൽ അടുത്ത 5 അവർ പണി തുടങ്ങിയെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞു വരുന്നത് ആലപ്പുഴയിൽ ഈ രാജ്യത്തെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ചേമൂഷിയുള്ള നിരവധി ദേശീയ നേതാക്കൾ കോൺഗ്രസിനുണ്ടായിരുന്നു, കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു. പക്ഷെ ആലപ്പുഴയിൽ ബൈപ്പാസ് ഉണ്ടാക്കാൻ ഇച്ഛാശക്തി അവർക്കുണ്ടായിരുന്നില്ല. അത് ചെയ്യാനുള്ള ശേഷി അവർക്കുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ മഹാരാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആലപ്പുഴയിൽ ഒരു ബൈപ്പാസ് ഉണ്ടായതെന്നുള്ള കാര്യം നമ്മളാരും വിസ്മരിച്ചു പോകരുത്. ആലപ്പുഴയിൽ മാത്രമോ, കൊല്ലത്ത്, തൊട്ടപ്പുറത്ത് കൊല്ലത്ത് പോയി നോക്കൂ. നമ്മൾ കൊല്ലം അതിർത്തിയിലല്ലേ നിൽക്കുന്നത്. കൊല്ലത്തെ ബൈപ്പാസ് നരേന്ദ്രമോദി സർക്കാർ നിർമ്മിച്ചതല്ലേ? കടക്കൂട്ടത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ബൈപ്പാസ് നരേന്ദ്രമോദി സർക്കാർ നിർമ്മിച്ചതല്ലേ? കാസർഗോഡ് നിന്ന് കൊടുങ്ങല്ലൂർ വഴിക്ക് ദേശീയപാതയുടെ വികസനം നടന്നു വരുന്നു, അതിവേഗം നടന്നു വരുന്നു. 6 വരി പാത നടന്നു വരുന്നു. നരേന്ദ്രമോദി സർക്കാർ നിർമ്മിക്കുന്നതല്ലേ? അപ്പൊ ഈ സംസ്ഥാനത്തിന്റെ, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഏറ്റവും അധികം പ്രവർത്തിക്കുന്നതാരാ? അത് നരേന്ദ്രമോദി സർക്കാരാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് സൗജന്യമായി റേഷൻ കൊടുക്കുന്നതാരാ? അത് നരേന്ദ്രമോദി സർക്കാരാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് സൗജന്യമായി ഇൻഷുറൻസ് പദ്ധതികൾ തുടങ്ങിയതാരാ? നരേന്ദ്രമോദി സർക്കാരാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് പ്രതിവർഷം കർഷകർക്ക് 6000 രൂപ ബാങ്കിൽ ഇട്ടുകൊടുക്കുന്നതാരാ? നരേന്ദ്രമോദി സർക്കാരാണ്. കേരളത്തിലെ 1000കണക്കിന് മനുഷ്യർക്ക് PM ആവാസ് യോജന വഴി ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വീടുണ്ടാക്കി കൊടുത്തതാരാണ്? അത് നരേന്ദ്രമോദി സർക്കാരാണ്. കേരളത്തിൽ ഞാനും നിങ്ങൾ ഉൾപ്പെടെ 10000കണക്കിന് മനുഷ്യർ, ഒരുപക്ഷെ രോഗങ്ങൾ അറിയുന്നവർ, പീഡകൾ അനുഭവിക്കുന്നവർ, വീടുകളിൽ നിത്യരോഗികളുള്ളവർ, 1000കണക്കിന് രൂപ മരുന്നുകൾക്ക് വേണ്ടി പ്രതിമാസം ചെലവാക്കേണ്ടി വന്നവർ, ഇന്ന് അവർ വൈകുന്നേരം അങ്ങാടി ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ ചോദിക്കുന്നത്? മോനെ, മോദിയുടെ ചിത്രമുള്ള മെഡിക്കൽ ഷോപ്പ് എവിടെ? അല്ലേ? നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള മെഡിക്കൽ ഷോപ്പ് എവിടെ ചോദിക്കുന്നത്? എന്താ കാരണം? പിണറായി വിജയന്റെ ചിത്രമുള്ള മെഡിക്കൽ ഷോപ്പ് അവിടെ ചോദിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിണറായി വിജയന്റെ ചിത്രം വെച്ച മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങി അന്ന് തീർന്നു. പിന്നെ നോക്കണ്ട. പിന്നെ 16 സദ്യ കഴിക്കാൻ പോയാൽ മതി, അല്ലേ? നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങുന്നത് എന്താ കാരണം? നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ, പ്രധാനമന്ത്രിയുടെ ജനൌഷധിയിൽ പോയി മരുന്ന് വാങ്ങിയാൽ, അപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 3000 രൂപയ്ക്ക് വാങ്ങുന്ന മരുന്ന് ഇപ്പുറത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മോദിയുടെ ചിത്രം വെച്ചോണ്ട് 300 രൂപ കിട്ടും, ഇല്ലേ? ആ മെഡിക്കൽ ഷോപ്പിനെതിരെ എന്തൊക്കെ ദുഷ്പ്രചരണങ്ങൾ നടന്നു. ഇന്ന് ജനങ്ങൾ മുഴുവൻ നരേന്ദ്രമോദിയുടെ ചിത്രമുള്ള പ്രധാനമന്ത്രി ജനൌഷധിയിൽ പോന്നു. ഇത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ അവിടെ ജനൌഷധി ഈ നാട്ടിലില്ലേ? ഉണ്ടല്ലോ. ആരാ കൊടുത്തത്? കേന്ദ്ര സർക്കാർ. നരേന്ദ്രമോദി വന്നതിന് ശേഷമല്ലേ ഈ നാട്ടിലെ കോൺഗ്രസുകാർ ഭരിക്കുമ്പോ ഇത്രയും കാലം നാട്ടിലെ പാവപ്പെട്ടവർക്ക് ഇത്തരം എന്തെങ്കിലും ഒരു ആനുകൂല്യം കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ആനുകൂല്യം കേന്ദ്രത്തിൽ സർക്കാരുണ്ട് എന്നൊരു തോന്നലെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. 10 കൊല്ലം പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ആ പ്രധാനമന്ത്രി വായ തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് ആരും കേട്ടിട്ടുണ്ടായിരുന്നു? മൻമോഹൻ സിംഗ് ആലപ്പുഴയിൽ ഒരു പ്രതിരോധ മന്ത്രി ഉണ്ടായിരുന്നു. പാകിസ്ഥാന്റെ വെടിപൊട്ടിയപ്പോ തലയിറങ്ങി വീണ യുദ്ധം, അല്ലേ? പാകിസ്ഥാൻ അവിടെ വെടിപൊട്ടിച്ചതോടെ തലയിറങ്ങി വീണ അവസാനം മൂപ്പരെ പട്ടാളക്കാരെ ഏറ്റിക്കൊണ്ടുള്ള ഫോട്ടോകൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ഇന്ത്യ എങ്ങനെയാ പ്രതികരിക്കുന്നത്? ഇന്ന് ആന്റണി പ്രതികരിച്ചതുപോലെയാണോ ഇന്നത്തെ ഇന്ത്യ പ്രതികരിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, AK ആന്റണി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാകുമ്പോ
പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന പാകിസ്ഥാനിലെ സൈനികർ അർദ്ധരാത്രി ഇന്ത്യയുടെ ടെന്റിൽ കിടന്നിറങ്ങുന്ന ഇന്ത്യൻ സൈനികരുടെ ശിരച്ഛേദം നടത്തി ആ തലകളുമായി പാകിസ്ഥാനിലേക്ക് പോയി. നിങ്ങൾക്കറിയുമോ ആന്റണി എന്താണ് പാർലമെന്റ് പ്രസംഗിച്ചത്? അദ്ദേഹം പാർലമെന്റ് പ്രസംഗിച്ചത് സൈനിക വേഷം ധരിച്ച ആരോ ചിലർന്നാണ്. പാകിസ്ഥാനെ പേരെടുത്ത് കുറ്റപ്പെടുത്താൻ പോലുള്ള ധൈര്യം, ചങ്കൂറ്റം, നട്ടല് അറക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി കാണിച്ചില്ല. അത് കാണിക്കുന്ന വിശ്വാസം മലയാളികൾക്ക് പണ്ടേയില്ല. പക്ഷെ ഇത് ഇന്ത്യയാണ്, ഇന്ത്യയുടെ രാജ്യമാണല്ലോ, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയാണല്ലോ. അദ്ദേഹം അത് കാണിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, ഉറിയിലും പത്താൻകോട്ടിലുമൊക്കെ ഭീകരാക്രമണം നടത്തിയ പാകിസ്ഥാന് ഏത് തരത്തിലുള്ള മറുപടിയാണ് ഇന്ത്യ കൊടുത്തത് എന്ന് ലോകം കണ്ടതാണ്, അല്ലേ? അതാ മാറ്റം. ആന്റണിയുടെ കാലത്ത് ഇങ്ങോട്ട് ഭീകരവാദി ആക്രമണം നടന്നാൽ ഒരൊറ്റ വാക്കിൽ ഇന്ത്യയുടെ മറുപടി അവസാനിച്ചത് കടി നിന്ദ എന്നുള്ളതായിരുന്നു. അപലപിക്കുന്നു, ശക്തമായി അപലപിക്കുന്നു. അതിനപ്പുറം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അമേരിക്കയുടെ മുന്നിൽ പോയി നാമില്ലാതെ പോലെ കണ്ടോ, ഞങ്ങളെ പാകിസ്ഥാൻ അത് ചെയ്തു, ഞങ്ങളെ പാകിസ്ഥാൻ പിച്ചി, ഞങ്ങളെ പാകിസ്ഥാൻ മാന്തി. അവസാനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല, ബർക്കാലത്ത് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞു, അമേരിക്കയിൽ വെച്ച് നടന്ന ഒരു ചടങ്ങിൽ പാകിസ്ഥാന്റെ അന്നത്തെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കളിയാക്കി വിളിച്ചത്രേ ദേഹാത്തി അവര്. എന്താ ദേഹാത്തി അവര്? നാട്ടും പുറത്തപ്പെട്ടു. അതായത് പരാതി പറയും. ഞാൻ സ്ത്രീയുടെ അപമാനിച്ചോട് പറയരുത്, ഉണ്ടായ കഥയാണ് പറയുന്നത്. നാട്ടിൻപുറത്ത് സ്ത്രീകളെ പോലെ ഓരോ കാര്യത്തിലും പോയി പരാതി പറയുകയാണ് മൻമോഹൻ സിംഗ് എന്നാണ് നവാസ് ഷെരീഫ് പറഞ്ഞത്. ഞാൻ ഓർക്കുകയാണ്, എന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അന്ന് ഗുജറാത്തിലെ മുഖ്യമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഡൽഹി ദ്വാരകയിൽ വെച്ച് പിറ്റേ ദിവസം നൽകിയ മറുപടിക്ക് ദൃക്സാക്ഷിയായ മനുഷ്യനാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞു, മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, എന്റെ പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ മിസ്റ്റർ നവാസ് ഷെരീഫ്, മിയാ നവാസ് ഷെരീഫ്, നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിൽ സ്ത്രീകൾ മാത്രമല്ല വളയിടുന്നവർ എന്ന് നവാസ് ഷെരീഫ്, മിയാ നവാസ് ഷെരീഫ്, നീ മനസ്സിലാക്കിക്കോ എന്ന് പ്രസംഗിച്ചത് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയാണ്. സിഖുകാരും ഇവിടെ വളയിടാറുണ്ട്, ഞങ്ങളും വളയിടുന്നവരാണ് എന്ന് പറഞ്ഞു നമ്മുടെ പ്രധാനമന്ത്രി. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ഇന്ത്യക്ക് നേരെ ലോകത്തെ ഏതെങ്കിലും ഒരാൾ ശബ്ദമുയർത്തിയാൽ, പാകിസ്ഥാനോ ചൈനയോ ശബ്ദമുയർത്തിയാൽ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രതികരിക്കാൻ ഈ കോൺഗ്രസുകാരോ മാർക്സിയാരോ തയ്യാറാവും? ആലോചിച്ചു, നമ്മൾ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്താണ് മൻമോഹൻ സിംഗിനെ കോൺഗ്രസുകാർ പോലും പിന്തുണയ്ക്കാത്ത സമയത്താണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് നേരെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ആക്ഷേപം ഉന്നയിച്ചപ്പോ നരേന്ദ്രമോദി മറുപടി കൊടുത്തത്. കാരണം എന്താ? നരേന്ദ്രമോദിയും ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമുണ്ട്. ആ പ്രത്യയശാസ്ത്രം പറയുന്നത് രാഷ്ട്രീയത്തെക്കാൾ മതത്തെക്കാൾ വലുത് ഈ രാഷ്ട്രമാണ്, ഭാരതമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നരേന്ദ്രമോദി പ്രതികരിച്ചത്. അതുകൊണ്ടാണ് 71 യുദ്ധമുണ്ടായപ്പോ സ്വർഗീയ എ.ബി. വാജ്പേയി അന്നത്തെ സർക്കാരിനെ പാറ പോലെ പിന്തുണച്ചത്. അതാണ് നമ്മുടെ പാരമ്പര്യം. പക്ഷേ ഇപ്പുറത്തെന്താ രാജ്യം പിറകിൽ നിന്ന് കുത്തുകൊള്ളുമ്പോ, രാജ്യത്തെ വൈദേശിക ശക്തികൾ ആക്രമിക്കുമ്പോ ആ വൈദേശിക ശക്തികൾക്കൊപ്പം ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള റിട്ടോറിക്കുകൾ അല്ലെങ്കിൽ വാചകങ്ങൾ, പ്രകടനങ്ങൾ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നടത്തുന്നു, കോൺഗ്രസുകാർ നടത്തുന്നു, CPM-കാർ നടത്തുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്? ചൈന ഉൾപ്പെടെ, പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ളവർ നമ്മളെ ആക്രമിക്കുമ്പോ പാകിസ്ഥാനെയും ചൈനയെയും പിന്തുണയ്ക്കുന്ന നിലപാടുകൾ ഇവരൊക്കെ സ്വീകരിക്കുന്നു. ഇതാണ് BJP-യും ഈ രണ്ട് പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ദേശീയ ജനാധിപത്യ സഖ്യവും UPA-യും അല്ലെങ്കിൽ ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. ഈ കാര്യത്തിൽ ഒരു സംശയവുമുണ്ട് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന, ഈ നാടിനെ സ്നേഹിക്കുന്ന, ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വികസനം ആഗ്രഹിക്കുന്ന, ഈ രാജ്യത്തെ അവസാനത്തെ പാവപ്പെട്ടവനും അന്ത്യോദയ ഏറ്റവും പുറകെ നിൽക്കുന്നവൻ അവനെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഈ രാജ്യത്തിന്റെ വികസനം സാധ്യമാവൂ എന്ന് വിശ്വസിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കരുത്തനായിട്ടുള്ള സ്ഥാനാർത്ഥി ശ്രീ ഹരീഷ് ഠാക്കൂറിനെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരിക